ഹായ് ഹലോ. നമ്മുടെ ഇന്നത്തെ യൂണിവേഴ്സിറ്റി എക്സ്പീരിയൻസ് സെഷനിൽ നമ്മോടൊപ്പം ഉള്ളത് ഡൽഹി യൂണിവേഴ്സിറ്റിയിലെ സെക്കൻഡ് ഇയർ BA പോൾ സയൻസ് സ്റ്റുഡൻറ് നെഹലയാണ്. അപ്പോൾ ആസ് യൂഷ്വൽ നിങ്ങൾക്ക് നെഹല എന്തായാലും നെഹലയുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റി റിലേറ്റഡോ അല്ലെങ്കിൽ നെഹല സെക്കൻഡ് ഇയർ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ആള് CUET ക്രാക്ക് ചെയ്ത് അഡ്മിഷൻ എടുത്ത ആളാണ്. അപ്പൊ നെഹലയോട് CUET റിലേറ്റഡ് ആയിട്ടുള്ളതും അതുപോലെ യൂണിവേഴ്സിറ്റിയെ പറ്റിയും ഏത് തരത്തിലുള്ള ഡൗട്ട്സ് നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. അപ്പോൾ നെഹല എന്തായാലും ഇപ്പൊ ജോയിൻ ചെയ്യും. ഗുഡ് ഈവനിങ് എവ്രിവൺ. എൻ്റെ പേര് നെഹ്ല. ഞാൻ ഡൽഹി യൂണിവേഴ്സിറ്റിയിലെ സൗത്ത് ഡൽഹി കോളേജിൽ സെക്കൻഡ് ഇയർ പൊളിറ്റിക്കൽ സയൻസ് ഓണേഴ്സ് വിദ്യാർത്ഥിനിയാണ്. അപ്പം ഹിയർ ഐ വുഡ് ബി ടോക്കിംഗ് അബൌട്ട് മൈ എക്സ്പീരിയൻസ് ത്രൂ CUET ആൻഡ് മൈ എക്സ്പീരിയൻസ് ഇൻ DU. അപ്പം ഫസ്റ്റ് നമുക്ക് CUET, നമ്മളെല്ലാവരും CUET എൻട്രൻസ് എക്സാമിനേഷൻ എഴുതാൻ കാത്തിരിക്കുന്ന വിദ്യാർത്ഥികളാണ്. അപ്പം CUET എക്സ്പീരിയൻസ് എങ്ങനെയാണെന്ന് പറയാം. അപ്പം എൻ്റെ ബാച്ച് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടൈം CUET എക്സാം എഴുതിയ ഒരു ബാച്ചായിരുന്നു. അപ്പം അതിൻ്റെതായിട്ടുള്ള ഫസ്റ്റ് എക്സാം എഴുതുമ്പോൾ നമുക്ക് പ്രീവിയസ് ഇയർ പാറ്റേൺസ് ഒന്നും അറിയില്ലായിരുന്നു. പക്ഷെ അപ്പം ഞാൻ CUET പ്രിപ്പയർ ചെയ്തത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒന്നും ഇല്ലാതെയായിരുന്നു. പക്ഷെ CUETക്ക് നമ്മൾ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി എല്ലാവരും പറഞ്ഞു കാണും NCERT ബുക്സിനെയാണ് ഫോക്കസ് ചെയ്യേണ്ടത്. അപ്പോൾ CUET എൻട്രൻസ് എക്സാമിനേഷൻ എഴുതുമ്പോഴായാലും അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യുമ്പോഴായാലും NCERT ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണ് കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത്. അപ്പം +1 +2 ബോത്ത് സ്റ്റേറ്റ് ആൻഡ് CBSE ബോർഡ്സിലുള്ള രണ്ടുപേർക്കായാലും NCERT ബുക്സ് തന്നെയാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. CBSE എക്സാംസ് എഴുതുന്നവർക്ക് അല്ലെങ്കിൽ CBSE ബോർഡിലുള്ളവർക്ക് NCERTയുടെ കൂടെ വാസ്റ്റ് അല്ലെങ്കിൽ NCERT എല്ലാ പെർസ്പെക്റ്റീവ്സും അല്ലെങ്കിൽ എല്ലാ ചാപ്റ്റേഴ്സും കവർ ചെയ്യേണ്ടി വരും. അപ്പം സ്റ്റേറ്റിലായവർക്ക് CUETക്ക് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഒന്നും കൂടി NCERT ഫോക്കസ് ചെയ്തിട്ട് പഠിക്കേണ്ടി വരും. അപ്പം ഡൊമെയിൻ സബ്ജക്ട് നമുക്കറിയാം CUET എൻട്രൻസ് എക്സാമിനേഷന് ലാംഗ്വേജ്, ഡൊമെയിൻ സബ്ജക്ട്, ജനറൽ ടെസ്റ്റ് ആണ്. അപ്പോൾ ഡൊമെയിൻ സബ്ജക്റ്റാണ് നമ്മൾ എന്തായാലും NCERT പഠിക്കേണ്ടത്. അപ്പം പക്ഷേ NCERT എന്ന് പറഞ്ഞാൽ ഡിസ്ക്രിപ്റ്റീവ് മോഡലിലുള്ള ഒരു എക്സാമാണ്, അല്ലെങ്കിൽ ഒരു ബുക്കാണ്, അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് വായിക്കാനുള്ള ഒരു ബുക്കാണ്. പക്ഷെ അത് ബോർഡ്സിന് ഹെൽപ്ഫുൾ ആയിരിക്കും അത് വായിച്ച് അതിലുള്ള ക്വസ്റ്റ്യൻസ് എഴുതുമ്പോൾ. പക്ഷെ when it comes to CUET എൻട്രൻസ് എക്സാമിനേഷൻ which is an objective type examination, അതിന് നമുക്ക് പോയിന്റ്സ് ആണ് വേണ്ടത്, ഫാക്ട്സ് ആണ് വേണ്ടത്. അപ്പം മിയർലി റീഡിങ് NCERT ബുക്സ് ചിലപ്പോൾ നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്തെന്ന് വരില്ല. അപ്പം നമുക്ക് ഹെൽപ്പ് ചെയ്യുന്ന അല്ലെങ്കിൽ CUETക്ക് പ്രിപ്പയർ ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ് മോക്ക് ടെസ്റ്റുകൾ. ഏറ്റവും കൂടുതൽ മോക്ക് ടെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്. അത് നമ്മളൊക്കെ ഫസ്റ്റ് ടൈം CUET എൻട്രൻസ് എഴുതിയ വിദ്യാർത്ഥികളായതുകൊണ്ട് നമുക്ക് ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒന്നും ഇല്ലാത്ത സമയത്ത് നമ്മളെ ഹെൽപ്പ് ചെയ്തൊരു കാര്യമായിരുന്നു മോക്ക് ടെസ്റ്റ്. അപ്പം നമുക്കൊക്കെ ഞാൻ ഒരു ആസ്പയർ ചെയ്ത് അല്ലെങ്കിൽ ടാർഗറ്റ് ചെയ്തൊരു മാർക്ക് എനിക്ക് ചില സബ്ജക്റ്റിൽ സ്കോർ ചെയ്യാൻ പറ്റാത്തൊരു കാരണം മോക്ക് ടെസ്റ്റ് ചെയ്തത് കുറവായതുകൊണ്ടാണ്. അപ്പം പഠിച്ചാൽ മാത്രം പോരാ, അല്ലെങ്കിൽ CUET NCERT ബുക്സ് വായിച്ചതുകൊണ്ട് മാത്രം പോരാ, അത് എങ്ങനെ നമ്മൾ അത് എൻട്രൻസ് വ്യൂ പോയിന്റിലോട്ട് നമ്മളത് എഴുതുന്നു എന്നുള്ളതും മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്, അല്ലെങ്കിൽ എൻട്രൻസ് വ്യൂ പോയിന്റിൽ നമ്മളത് പഠിക്കുന്നു എന്നുള്ളതും മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം അതിനാണ് മോക്ക് ടെസ്റ്റുകൾ ചെയ്യുന്നത്. പിന്നെ ഉള്ളത് ലാംഗ്വേജ് ആണ്. ലാംഗ്വേജിന് എല്ലാവരും എനിക്ക് തോന്നുന്നു ഇംഗ്ലീഷ് അല്ലെങ്കിൽ മലയാളം ഒക്കെ ആയിരിക്കും ചൂസ് ചെയ്തിട്ടുണ്ടാവും. ഞാൻ ഇംഗ്ലീഷ് ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇംഗ്ലീഷ് നമുക്കറിയാം നമ്മൾ ബോർഡ്സിന് പ്രിപ്പയർ ചെയ്യുന്ന പോലെയുള്ള കോംപ്രിഹെൻസീവ് അല്ലെങ്കിൽ ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് എക്സാം അല്ല ഉള്ളത്. വൊക്കാബുലറിയിലും ഗ്രാമറിലും കൂടുതൽ ഫോക്കസ് ചെയ്തിട്ടുള്ളൊരു എക്സാമാണ്, അല്ലെങ്കിൽ എക്സാമാണ് ഇംഗ്ലീഷ് ലാംഗ്വേജിൽ വരുന്നത്. അപ്പം ഗ്രാമർ, ഇഫ് യു ആർ തറോ വിത്ത് ഗ്രാമർ, ഇഫ് യു ആർ കൺവീനിയൻറ്റ് ഇൻ ഇംഗ്ലീഷ് ഗ്രാമർ, ഐ വുഡ് സേ ഇംഗ്ലീഷ് എക്സാം ഈസി ആയിരിക്കും. കാരണം ഇംഗ്ലീഷ് മറ്റു ഡൊമൈനിനെ പോലെ അത്രയ്ക്ക് ഡീപ്പായിട്ട് അത്രയ്ക്ക് ഭയങ്കര ഫാക്ട് ബേസ്ഡ് ആയിട്ടുള്ള ഒരു എക്സാം ഒന്നുമല്ല. പക്ഷെ ഒരു ബേസിക് ഗ്രാമർ നോളജ് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇംഗ്ലീഷ് എക്സാം എന്ന് പറയുന്നത്. പിന്നെ പറയാനുള്ളത് ജനറൽ ടെസ്റ്റ് ആണ്. ജനറൽ ടെസ്റ്റ് ആണ് അടുത്ത ഒരു ക്രൈറ്റീരിയ, അല്ലെങ്കിൽ മിക്ക യൂണിവേഴ്സിറ്റീസിനും. DUവിന് ജനറൽ ടെസ്റ്റ് ഒരു ക്രൈറ്റീരിയ അല്ല. DUവിന് ഇപ്പോൾ ഓണേഴ്സ് കോഴ്സ് ആണെങ്കിൽ 3 ഡൊമെയിൻസും ഒരു ലാംഗ്വേജും ആണ് നോക്കുന്നത്. അപ്പം പക്ഷെ മിക്ക യൂണിവേഴ്സിറ്റി HCU പോലുള്ള യൂണിവേഴ്സിറ്റീസിലൊക്കെ ജനറൽ ടെസ്റ്റ് ഒരു ക്രൈറ്റീരിയ ആണ്. അപ്പം ജനറൽ ടെസ്റ്റ് ഇസ് ഓൾ അബൌട്ട് മെന്റൽ എബിലിറ്റി ടെസ്റ്റ്, അല്ലെങ്കിൽ മാത്സ് ആണ് കൂടുതൽ ജനറൽ ടെസ്റ്റിന് കവർ ചെയ്യുന്നത്. മാത്സ്, പിന്നെ ബേസിക് ഇംഗ്ലീഷ് നോളജ്, പിന്നെ ജനറൽ നോളജ്, കറണ്ട് അഫയേഴ്സ്,
പിന്നെ കുറച്ച് എൻവയൺമെന്റൽ സയൻസ് ചെറുതായിട്ട് കുറച്ചതുണ്ട്. ഇതൊക്കെയാണ് ജനറൽ ടെസ്റ്റിൽ മെയിനായിട്ട് കവർ ചെയ്യുന്നത്. അപ്പം ചെറുപ്പത്തിൽ USS, NMMS, NTSC പോലുള്ള എക്സാംസ് എഴുതിയവർക്ക് മാറ്റിന്റെ ഒരു ഇമ്പോർട്ടൻസ്, അല്ലെങ്കിൽ മാറ്റ് കവർ ചെയ്യുന്ന സിലബസ് എന്തൊക്കെയാ, മാറ്റ് കവർ ചെയ്യുന്ന ചാപ്റ്റേഴ്സ് ഏതൊക്കെയാന്ന് അറിയായിരിക്കും. അപ്പം ഈ USS, NMMS പോലുള്ള അതിന് വന്ന പോലത്തെ മാറ്റ് ക്വസ്റ്റ്യൻസ് തന്നെയാണ്. അതിന്റെ ഒരു ഹയർ ലെവൽ, ചെറുതായിട്ട് ഒരു ഹയർ ലെവൽ ആയിരിക്കും വരാറ്. ലൈക്ക് പാറ്റേൺസ്, നമ്പേഴ്സ്, ബ്ലഡ് റിലേഷൻസ് പോലുള്ള ക്വസ്റ്റ്യൻസ് ആണ് മാറ്റിന് മെയിൻ ആയിട്ട് വരുന്നത്. അപ്പം അതും ഐ വുഡ് സേ മോക്ക് ടെസ്റ്റുകൾ കുറെ ചെയ്താൽ, പ്രാക്ടീസ് ചെയ്ത് തന്നെ പഠിക്കേണ്ട ഒരു കാര്യമാണ്. ഡൊമെയിൻ പോലെ വായിച്ചാലും തിയറി ബേസ്ഡ് അല്ലാത്തതുകൊണ്ട് തന്നെ അത് വായിച്ച് മനസ്സിലാക്കുന്നതിനേക്കാളും പ്രാക്ടീസ് ചെയ്ത് പഠിക്കേണ്ട ഒരു കാര്യമാണ് മാത്സ് അല്ലെങ്കിൽ ജനറൽ ടെസ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇതാണ് ഒരു CUT എൻട്രൻസ് എക്സാമിനേഷന്റെ ബ്രീഫ്, അല്ലെങ്കിൽ CUT എൻട്രൻസ് എക്സാമിനേഷന് പഠിക്കേണ്ട ഒരു സ്ട്രക്ചർ. NCERT ബുക്സ് വായിക്കുക, മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുക, ഇതൊക്കെ കൺസിസ്റ്റന്റ് ആയി ചെയ്യണം എന്നുള്ളതാണ്. നമ്മൾ പലപ്പോഴും ഒരു മോക്ക് ടെസ്റ്റ് എഴുതിയിട്ട് പിന്നെ സിലബസ് കംപ്ലീറ്റ് കവർ ചെയ്യുന്ന ഒരു ബിസി ഷെഡ്യൂളിലായിരിക്കും നമ്മൾ. അപ്പം നമ്മൾ മോക്ക് ടെസ്റ്റ് ചെയ്യാൻ പലപ്പോഴും മറക്കാറുണ്ട്. പക്ഷെ ഞാൻ പറയും, സിലബസ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും മോക്ക് ടെസ്റ്റുകൾ ചെയ്യാൻ മറക്കരുത്. ബിക്കോസ് ആ ഒരു മോഡൽ നമുക്ക് അറിഞ്ഞാൽ നമുക്ക് പിന്നെ ഏതൊരു ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നതാണ് ഞാൻ പറയുന്നത്. എക്സാംസിന് വരുന്ന ക്വസ്റ്റ്യൻസിന്റെ ഒരു മോഡൽ അറിഞ്ഞിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. പിന്നെ അപ്പൊ അതാണ് CUT എൻട്രൻസ് എക്സാമിനേഷന്റെ ഒരു മോഡൽ. ഇനി നമുക്ക് കം ടു ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്, മൈ യൂണിവേഴ്സിറ്റി എക്സ്പീരിയൻസ്. അപ്പം CUT എൻട്രൻസ് എഴുതി കഴിഞ്ഞ് ഐ ഗോട്ട് ഇൻ ടു ഡൽഹി യൂണിവേഴ്സിറ്റിയിലെ സാക്കിർ ഹുസൈൻ ഡൽഹി കോളേജിലാണ് എനിക്ക് അഡ്മിഷൻ കിട്ടിയത്. അപ്പം DU ലൈഫ് അല്ലെങ്കിൽ മൈ യൂണിവേഴ്സിറ്റി ലൈഫിൽ ഇറ്റ് ബി കംപ്രൈസിങ് ഓഫ് ഫസ്റ്റ് എൻ്റെ കോളേജിനെ കുറിച്ച് പറയാം, ദെൻ ദി ഫാക്കൽറ്റീസ്, അക്കാഡമിക്സ്, എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ആൻഡ് അതർ എക്സ്പോഷർ, എല്ലാത്തിനെ കുറിച്ച് പറയാം. അപ്പം ഞാൻ പഠിക്കുന്ന സാക്കിർ ഹുസൈൻ ഡൽഹി കോളേജ് DUവിന്റെ ഓഫ് ക്യാമ്പസുകളിലുള്ള ഒരു കോളേജാണ്. DU ആസ്പയർ ചെയ്യുന്ന എല്ലാവർക്കും അറിയായിരിക്കും. DU കംപ്രൈസസ് ഓഫ് നോർത്ത് ക്യാമ്പസ്, സൗത്ത് ക്യാമ്പസ് ആൻഡ് ഓഫ് ക്യാമ്പസ്. ഹിന്ദു, കിറ്റോരിമാൽ, ഹൻസ്രാജ്, മിറാൻഡ ഹബ്സ് പോലുള്ള കോളേജ്, പിന്നെ മൈത്രി കോളേജ് ഒക്കെ ഡൽഹി യൂണിവേഴ്സിറ്റിയുടെ സൗത്ത് ക്യാമ്പസിലാണ് വരുന്നത്. ആൻഡ് വി ഹാവ് ജാനകി ദേവി സാക്കിർ ഹുസൈൻ ഇൻ ഡൽഹീസ് ഓഫ് ക്യാമ്പസ്. ഓഫ് ക്യാമ്പസ് എന്ന് പറഞ്ഞാൽ ഡൽഹിന്റെ പല ഭാഗങ്ങളിലായി ഒറ്റയ്ക്ക് ഉള്ള കോളേജസ് ആണ് DUന്റെ ഓഫ് ക്യാമ്പസ് എന്ന് പറയുന്നത്. നോർത്ത് ക്യാമ്പസ്, സൗത്ത് ക്യാമ്പസ് എന്ന് പറയുമ്പോൾ ക്ലസ്റ്റർ കോളേജസ് ആയിരിക്കും. ഒരുമിച്ച് ഒരു 3-4 ഒരുമിച്ച് കുറെ കോളേജസ് ഉള്ളതിനാണ് ക്ലസ്റ്റർ കോളേജസ്. അപ്പം സാക്കിർ ഹുസൈൻ ബീങ് ഇൻ ഓഫ് ക്യാമ്പസ്, സാക്കിറിന്റെ അടുത്തൊന്നും വേറെ കോളേജസ് ഒന്നുമില്ല. സാക്കിർ ഇസ് ദി ഓൺലി കോളേജ് ഇൻ ദറ്റ് പർട്ടിക്കുലർ പ്ലേസ്. അപ്പം ആൻഡ് സാക്കിറിന്റെ ഒരു പ്രത്യേകത പറയുകയാണെങ്കിൽ, സാക്കിർ ഇസ് വൺ ഓഫ് ദി ഓൾഡസ്റ്റ് കോളേജ് ഇൻ ഡൽഹി യൂണിവേഴ്സിറ്റി, one of the first colleges that was established. ഡൽഹി യൂണിവേഴ്സിറ്റി തുടങ്ങുമ്പോൾ എസ്റ്റാബ്ലിഷ് ആയ ഒരു കോളേജാണ് സാക്കിർ ഹുസൈൻ ഡൽഹി കോളേജ്. അപ്പം സാക്കിറിലെ മോസ്റ്റ് അല്ലെങ്കിൽ പ്രീമിയർ ഡിപ്പാർട്ട്മെന്റ്സ്, അല്ലെങ്കിൽ ഏറ്റവും നല്ല ഡിപ്പാർട്ട്മെന്റ്സ് എന്നൊക്കെ പറയുന്നത് ഓഫ്കോഴ്സ് ഒന്ന് പൊളിറ്റിക്കൽ സയൻസ് തന്നെയാണ്, പിന്നെ സൈക്കോളജി, ഹിസ്റ്ററി ഡിപ്പാർട്ട്മെന്റ്സ് ഒക്കെ നല്ല ഡിപ്പാർട്ട്മെന്റ്സ് തന്നെയാണ്. ആൻഡ് സാക്കിറിലെ ഫാക്കൽറ്റീസ് ആയാലും, പിന്നെ വേറൊരു കാര്യം, DUയിലെ ഫാക്കൽറ്റീസ് എല്ലാവരും ഒരേ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു കാര്യം ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. എന്നാൽ DUയില് വ്യത്യസ്ത ക്യാമ്പസുകൾ ഉണ്ടെങ്കിൽ പോലും ഡിഫറൻസ് ആയിട്ട് തോന്നിയിട്ടുള്ളത് ഇസ് ഓൾ അബൌട്ട് ഇൻഫ്രാസ്ട്രക്ചർ. DUയില് ഓരോ കോളേജിനും ഓരോ രീതിയിൽ ഇൻഫ്രാസ്ട്രക്ചറാണ്. ചില കോളേജിന് ഭയങ്കര അടിപൊളി ഇൻഫ്രാസ്ട്രക്ചർ ആണ്, ചിലതിന് ഒരു ആവറേജ് ഇൻഫ്രാസ്ട്രക്ചർ കാണും. പക്ഷെ ഫാക്കൽറ്റീസിന്റെ കാര്യത്തിൽ DUയിലെ എല്ലാ കോളേജസും ഓൾമോസ്റ്റ് ഓൾ സെയിം ആണ്. കാരണം ഫാക്കൽറ്റീസ് ഇങ്ങനെ ട്രാൻസ്ഫർ ആയിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെ എല്ലാ കോളേജിലും ഒരു ഹയർ ലെവൽ പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് PhD കഴിഞ്ഞ, അല്ലെങ്കിൽ ഫോറിൻ യൂണിവേഴ്സിറ്റീസിൽ നിന്ന് പാസ് ഔട്ട് ആയിട്ടുള്ള ഫാക്കൽറ്റീസ് ആണ് DUയിൽ ഉള്ളത്. അപ്പം അതിന്റെ ഒരു ക്വാളിറ്റി നമ്മുടെ ക്ലാസ് എടുക്കുമ്പോഴായാലും, നമുക്ക് അവര് നമ്മളെ മെന്റർ ചെയ്യുമ്പോഴായാലും നമുക്കത് ഫീൽ ചെയ്യും. അപ്പം എൻ്റെ സാക്കിറിലെ പൊളിറ്റിക്കൽ സയൻസ് ഡിപ്പാർട്ട്മെന്റിൽ നല്ല പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് പാസ് ഔട്ട് ആയിട്ടുള്ള, അല്ലെങ്കിൽ പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് PhD കഴിഞ്ഞിട്ടുള്ള പ്രൊഫസേഴ്സ് തന്നെയാണുള്ളത്. അപ്പം ആ ഒരു ക്വാളിറ്റി നമുക്ക് ക്ലാസ് അറ്റൻഡ് ചെയ്യുമ്പോഴായാലും, നമ്മൾ സെമിനാർ പേപ്പേഴ്സ് പ്രസന്റ് ചെയ്യുമ്പോഴായാലും, അവർ നമ്മളെ മെന്റർ ചെയ്യുന്ന രീതി ഒക്കെ ഭയങ്കര ഡിഫറെന്റ് ആണ്. അതാണ് DUയിലെ ഫാക്കൽറ്റീസിനെ കുറിച്ച് പറയാനുള്ളത്. ആൻഡ് അബൌട്ട് അക്കാഡമിക്സിനെ കുറിച്ച് പറയാനാണെങ്കിൽ,
ഡിയിൽ ഇപ്പം ഞാൻ പഠിക്കുന്നത് പൊളിറ്റിക്കൽ സയൻസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര തിയറിറ്റിക്കൽ ആയിട്ടുള്ള ഒരു പേപ്പറാണ്. അപ്പം ഡിയിൽ ഓൾമോസ്റ്റ് എല്ലാ സബ്ജക്റ്റും ഭയങ്കര തിയറിറ്റിക്കലാണ്. അക്കാഡമിക്സ് ആയാലും സിലബസ് ആയാലും ഒരുപാട് വായിക്കാനും ഒരുപാട് ഡീപ്പായിട്ട് നമുക്ക് ആ പർട്ടിക്കുലർ സബ്ജക്റ്റിൽ ഒരുപാട് ഡീപ്പ് നോളജ് വരുന്ന ഒരു സിലബസ് ആണ് ഡിയിലുള്ളത്. സ്പെഷ്യലി വെൻ യു ടേക്ക് ഓണേഴ്സ് കോഴ്സസിൽ എപ്പോഴും നമ്മൾ ഏത് സബ്ജക്റ്റ് ആണ് പഠിക്കുന്നത് അതിന്റെ 3 കോർ പേപ്പേഴ്സ് കാണും. അതായത് ഇപ്പോൾ പൊളിറ്റിക്കൽ സയൻസ് പഠിക്കുകയാണെങ്കിൽ പൊളിറ്റിക്കൽ സയൻസിന്റെ 3 പേപ്പേഴ്സ് കാണും. ആൻഡ് ഇതൊക്കെ നല്ല ഡീപ്പായിട്ട് ആ പർട്ടിക്കുലർ പേപ്പറിൽ നല്ല ഡീപ്പ് നോളജ് എല്ലാ പെർസ്പെക്റ്റീവ്സും പഠിപ്പിച്ചു തരുന്ന തിയറിറ്റിക്കൽ ആയിട്ടുള്ള പേപ്പേഴ്സ്. അപ്പം ഇനീഷ്യൽ സ്റ്റേജസിൽ ഹെക്റ്റിക് ആണെങ്കിലും ഒരു പർട്ടിക്കുലർ പാസ് ഔട്ട് ആവുന്ന സമയത്തോടുകൂടി ആ പർട്ടിക്കുലർ സബ്ജക്റ്റിൽ നമുക്കൊരു നല്ല ബേസ് ഫൗണ്ടേഷൻ ഉണ്ടാക്കി തരാനും നല്ലൊരു വാസ്റ്റ് നോളേജ് ഉണ്ടാക്കി തരാനും ഡിയുവിന്റെ അക്കാഡമിക്സ് സഹായിക്കുന്നതാണ്. ആൻഡ് ഡിയുവില് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫാക്കൽറ്റീസ് പറയും നമുക്ക് മെന്റർ ചെയ്യുന്ന രീതിയൊക്കെ ഭയങ്കര ഒരു ലെവൽ ഓഫ് ക്വാളിറ്റി അവർ കീപ്പ് ചെയ്യുന്നുണ്ട്. വേർ നമുക്ക് ഒരു അസൈൻമെന്റ്സ് വരുമ്പോഴും അല്ലെങ്കിൽ സെമിനാർസ് കണ്ടക്ട് ചെയ്യാൻ പറയുമ്പോഴും നമ്മൾ അസൈൻമെന്റ്സ് വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഇന്റേണൽ തരുന്ന അല്ലെങ്കിൽ എന്ത് സബ്മിറ്റ് ചെയ്താലും ഇന്റേണൽ തരുന്ന ഒരു രീതിയല്ല. രാദർ നമ്മളൊരു റെഫറൻസ് ബുക്ക് ലൈബ്രറിയിൽ നിന്ന് എടുത്ത് അതിൽ നിന്ന് റെഫർ ചെയ്ത് നമ്മുടെ ഓൺ സെന്റൻസിൽ അസൈൻമെന്റ് പ്രിപ്പയർ ചെയ്ത് മാത്രമേ നമുക്ക് ഇന്റേണൽ തരുള്ളൂ. അപ്പം നമ്മൾ ചെയ്യുന്ന ഓരോ വർക്കിനും ഒരു ലെവൽ ഓഫ് ക്വാളിറ്റി കീപ്പ് ചെയ്യേണ്ടത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ഇന്റേണൽസ് സ്കോർ ചെയ്യണമെങ്കിൽ. അപ്പം അതൊക്കെ നമ്മുടെ ഒരു റിസർച്ച് സ്കിൽ, അനലിറ്റിക്കൽ സ്കിൽ, ക്രിട്ടിക്കൽ തിങ്കിങ് ഇതൊക്കെ ഡെവലപ്പ് ചെയ്യാൻ ഭയങ്കരമായിട്ട് സഹായിക്കും. വിച്ച് യു മേ വോണ്ട് ഗെറ്റ് ഇൻ അതർ കോളേജസ് ഓർ അതർ കോളേജസ് ഇൻ കേരള ഓർ എനിവർ എൽസ്. അപ്പം അത് സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ മാത്രം കിട്ടുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. എസ്പെഷ്യലി ഇൻ DU ഒരു റിസർച്ച്, അനലിറ്റിക്കൽ, ക്രിട്ടിക്കൽ തിങ്കിങ് ഒക്കെ ഗെയിൻ ചെയ്യാൻ നമ്മുടെ സിലബസ് മെന്റേഴ്സ് എല്ലാം സഹായിക്കും. ആൻഡ് എക്സ്പോഷർ വി ഗെറ്റ്. അപ്പം നമ്മൾ സെൻട്രൽ യൂണിവേഴ്സിറ്റി ആസ്പയർ ചെയ്യുമ്പം നമ്മൾ ഫസ്റ്റ് കേൾക്കുന്ന കാര്യമാണ് എക്സ്പോഷർ. എക്സ്പോഷർ എന്ന് ഒറ്റ വാക്കിൽ ഉദ്ദേശിക്കുന്നത് യു വിൽ ഗെറ്റ് ഫ്രണ്ട്സ് ഓർ യു വിൽ ഗെറ്റ് ഗ്രൂപ്പ് ഓഫ് പിയർ ഗ്രൂപ്പ് ഫ്രം ഡിഫറെന്റ് പാർട്സ് ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ ഡിഫറെന്റ് പാർട്സിൽ നിന്ന് നിങ്ങൾ പഠിക്കുന്ന സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലോട്ട് കുട്ടികൾ വരും. നോട്ട് ജസ്റ്റ് ഫ്രം സൗത്ത് ഇന്ത്യ ബട്ട് ഫ്രം ഓൾ നോർത്ത് ഈസ്റ്റ് സ്റ്റേറ്റ്സ് എന്നൊക്കെ വരും. അത് ശരിയാണ്, ഓൾമോസ്റ്റ് എല്ലാ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലും അങ്ങനെയാണ്. പക്ഷെ DUവിൽ ഇറ്റ്സ് മോർ ഡിഫറെന്റ്. കാരണം ഡൽഹിയിലെ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ പെർട്ടിക്കുലർലി ഡൽഹി ബീങ് എ ക്യാപിറ്റൽ city, you will get friends from different parts of India. Northeast Kashmir, South India, നോർത്ത് ഇന്ത്യ, ബീഹാർ, UP ഇവിടെ നിന്നൊക്കെ ഒരുപാട് പിയർ ഗ്രൂപ്പ് വരും. അതൊരു ഡൈവേഴ്സ് കൾച്ചർ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഡൈവേഴ്സ് കൾച്ചറിൽ നമ്മൾ ഇൻഡൾജ് ആകുമ്പം നമ്മൾ ആ കംഫർട്ട് സോണിന് പുറത്തിറങ്ങുമ്പം അതൊരു ഡിഫറെന്റ് എക്സ്പീരിയൻസ് തന്നെയാണ്. നമുക്ക് സാധാരണ ഒരു കോളേജിൽ പഠിച്ചാൽ കിട്ടാത്തൊരു എക്സ്പീരിയൻസ് തന്നെയാണ്. നമ്മുടെ ലാംഗ്വേജ് ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി നമ്മൾ അവിടെ ഇമ്പ്രൂവ് ആവുന്നത് നമ്മുടെ ലാംഗ്വേജ് ആണ്. ബോത്ത് ഇംഗ്ലീഷ് ആൻഡ് ഹിന്ദി നമ്മൾ അവരുമായിട്ട് സംസാരിക്കുമ്പം ഒക്കെ നമ്മുടെ ലാംഗ്വേജ് ഇമ്പ്രൂവ് ആവും. ആൻഡ് പിന്നെ മറ്റ് സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ നിന്ന് DUവിനെ ഏറ്റവും കൂടുതൽ വ്യത്യസ്തമാക്കുന്നത് DUവിന്റെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ആണ്. അത് പറയുകയാണെങ്കിൽ DU ഹാസ് ഡിഫറെന്റ് സൊസൈറ്റീസ് ഫോർ ഡിഫറെന്റ് പ്രോഗ്രാംസ് വിച്ച് ഇൻക്ലൂഡ് DUവില് നമ്മുടെ ഓരോ സ്കിൽ, എന്ത് സ്കില്ലാണോ നമ്മൾക്ക് ഉള്ളത് അത് എൻഹാൻസ് ചെയ്യാൻ DUവില് വി ഹാവ് ഡിഫറെന്റ് സൊസൈറ്റീസ് വിച്ച് ഇൻക്ലൂഡ് ഡിബേറ്റിംഗ് സൊസൈറ്റി, തിയേറ്റർ സൊസൈറ്റി, ഡാൻസ് സൊസൈറ്റി, മ്യൂസിക് സൊസൈറ്റി, വി ഹാവ് ഫൈൻ ആർട്സ് സൊസൈറ്റി. അപ്പം നമ്മൾക്ക് എന്ത് സ്കില്ലാണുള്ളത് അത് എൻഹാൻസ് ചെയ്യാൻ ഈ ഒരു സൊസൈറ്റി നമ്മൾ സഹായിക്കും. ഇപ്പം ഐ എം ദർ ഇൻ ഇംഗ്ലീഷ് ഡിബേറ്റിംഗ് സൊസൈറ്റി. അപ്പം ഞാൻ ഇവിടെ വരുമ്പം ഐ ഡിഡ്ന്റ് ഹാഡ് എ പ്രയർ എക്സ്പീരിയൻസ് ഇൻ ഡിബേറ്റിംഗ് ഓർ എനിത്തിങ്. പക്ഷെ ഇവിടെ വന്നപ്പം കറക്റ്റ് ഡിബേറ്റിങ്ങിന്റെ ഒരു സയന്റിഫിക് രീതിയിൽ തന്നെ നമുക്ക് ട്രെയിനിങ്സ് തരികയും അതുവഴി നമ്മൾ ഒരുപാട് ടൂർണമെന്റ്സിന് ഡിഫറെന്റ് കോളേജ്, ഡിഫറെന്റ് യൂണിവേഴ്സിറ്റിയിലോട്ട് ടൂർണമെന്റ്സിന് പോവുകയും അപ്പൊ അതൊക്കെ ഒരു ഡിഫറെന്റ് എക്സ്പീരിയൻസ് തന്നെയാണ്. നമ്മുടെ സ്കിൽ എൻഹാൻസ് ചെയ്യാനും ആ സ്കില്ല് പിന്നീട് നമ്മൾ ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസിനും ഒക്കെ അല്ലെങ്കിൽ ഹയർ സ്റ്റഡീസിനൊക്കെ പോകുമ്പം ആ സ്കില്ല് നമുക്ക് ഒരുപാട് രീതിയിൽ ഹെൽപ്ഫുൾ ആയിട്ട് മാറാറുണ്ട്. അപ്പം അതാണ് ഒരു DU ലൈഫ് എന്ന് പറയാനുള്ളത്. പിന്നെ DUവിലെ വേറൊരു ലൈഫ് എന്ന് പറഞ്ഞാൽ DU ഹാവ് ഡിഫറെന്റ് കമ്മ്യൂണിറ്റീസ്. ഇപ്പം നമ്മൾ മലയാളി സ്റ്റുഡൻസ് ഇത്രയും ദൂരം എത്തി ഡൽഹി പോലുള്ള സ്ഥലത്ത് എത്തുമ്പോൾ വി മേ ഫീൽ alone or we may not feel included in Delhi University's circle. പക്ഷെ നമുക്ക് ഒരുപാട് മലയാളി കമ്മ്യൂണിറ്റീസ് DUവിൽ
ഡിയുവിലെ സ്റ്റുഡൻസ് തന്നെ ക്രിയേറ്റ് ചെയ്ത ഒരുപാട് മലയാളി കമ്മ്യൂണിറ്റീസ് ഉണ്ട്, വിച്ച് ഹെൽപ്പ് അസ് ടു നമ്മുടെ സ്കിൽ എൻഹാൻസ് ചെയ്യാനും നമുക്ക് ഒരു ഫീലിംഗ് തരാനും ഒക്കെ ഒരുപാട് കമ്മ്യൂണിറ്റീസ് ഉണ്ട്. ഡിയുവിലെ ലൈഫ് ഒന്നും കൂടെ ഇൻക്ലൂസീവ് ആക്കാൻ ഈ കമ്മ്യൂണിറ്റീസ് മേ ഹെൽപ്പ് യു. അപ്പം പിന്നെ ഡൽഹിയിലെ ലൈഫ് പെർട്ടിക്കുലർലി പറയുകയാണെങ്കിൽ, ഡൽഹി ബീങ് ക്യാപിറ്റൽ സിറ്റി, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഡൈവേഴ്സ് കൾച്ചർ നമുക്ക് കാണാം. ഡൽഹിയിൽ നിന്ന് മാത്രമുള്ള ആൾക്കാരല്ല, പക്ഷെ ഇന്ത്യയുടെ 4 കോർണേഴ്സ് എന്നുള്ള ആളുകളെ നമുക്ക് കാണാം, വിച്ച് ഈസ് എ ഗ്രേറ്റ് എക്സ്പീരിയൻസ്. ഈ ഒരു ഏജിൽ, അല്ലെങ്കിൽ ഈ ഒരു നമ്മുടെ ഗ്രാജുവേറ്റ് ഏജിൽ നമുക്ക് ഏറ്റവും കൂടുതൽ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ ഏജ് ആണ്. ആ ഒരു ഏജിൽ നമുക്ക് ഡിഫറെന്റ് ആളുകളെ കാണുന്നു, ഫ്രം ഡിഫറെന്റ് പാർട്സ് ഓഫ് ദി വേൾഡ്. ഇന്ത്യ ഒരുമിച്ച് ഒരേ സമയത്ത് കാണുന്ന ഒരു പ്രതീതി നമുക്ക് ഡൽഹിയിൽ ജീവിക്കുമ്പോൾ കിട്ടും. അപ്പം DU പഠിക്കുകയാണെങ്കിൽ ഇതൊക്കെ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യും, ഇതൊക്കെ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യണം. അപ്പം ഇതാണ് ഒരു ബ്രീഫ് DU ലൈഫ്, അല്ലെങ്കിൽ എൻ്റെ ഒരു ഡൽഹി യൂണിവേഴ്സിറ്റി എക്സ്പീരിയൻസ് എന്ന് പറയാനുള്ളത്. ഹോപ്പ് ദാറ്റ് മേ ഹെൽപ്പ് യു. താങ്ക് യു. ഓക്കെ, താങ്ക് യു നെഹ്ല. നെഹ്ല പറഞ്ഞ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. പിന്നെ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ റിഗാർഡിംഗ് CUET ഡൽഹി യൂണിവേഴ്സിറ്റി? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അൺമ്യൂട്ട് ചെയ്തിട്ട് ചോദിക്കാവുന്നതാണ്, അല്ലെങ്കിൽ ചാറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്തിട്ടും അയക്കാം. ഓക്കെ, ഒരു ഡൗട്ട് ചോദിച്ചിട്ടുണ്ട്. പിന്നെ BA പോൾ സയൻസ് ചെയ്തിട്ട് പിന്നെ അതിന് ശേഷമുള്ള ഫർദർ സ്റ്റഡീസ് ഇങ്ങനെയൊക്കെയാണ് വരുന്നത്. പിന്നെ അതിനുശേഷം ജോബ് ഓപ്പർച്യൂണിറ്റീസ്, ജോബ് ചെയ്യണമെങ്കിലുള്ള സാലറി പാക്കേജ്, അതിനെപ്പറ്റി ചോദിച്ചിട്ടുണ്ട് ഒരു സ്റ്റുഡന്റ്. പ്ലീസ്. പൊളിറ്റിക്കൽ സയൻസ് എന്ന് പറയുന്നത് നമുക്കറിയാം, നമ്മൾ ഈ ഒരു കോഴ്സ് കഴിയുന്നതോടുകൂടി നമ്മളുടെ പൊളിറ്റിക്കൽ സയൻസിന്റെ എല്ലാ പെർസ്പെക്റ്റീവിലുള്ള ഒരു പഠനമാണ് നമ്മൾ DUവിൽ പഠിക്കുന്നത്. ബിക്കോസ് വി ഹാവ് IR, ഇന്റർനാഷണൽ റിലേഷൻസ് നമുക്കൊരു പേപ്പർ ആയിട്ടുണ്ട്, ഗ്ലോബൽ പൊളിറ്റിക്സ് നമുക്കൊരു പേപ്പർ ആയിട്ടുണ്ട്, പബ്ലിക് പോളിസി നമുക്കൊരു പേപ്പർ ആയിട്ടുണ്ട്, പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ. അപ്പം ഇതുപോലുള്ള പൊളിറ്റിക്കൽ സയൻസിന്റെ എല്ലാ പെർസ്പെക്റ്റീവിലുള്ള ഒരു സ്റ്റഡി നമ്മൾ DU ഗ്രാജുവേറ്റ് ആവുന്നതോടുകൂടി നമുക്ക് ഓരോ പേപ്പറിലൂടെ നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പം ഇതൊക്കെ മേ ഹെൽപ്പ് യു ഇൻ ഡിഫറെന്റ് എക്സാംസ്, ഇൻ ഡിഫറെന്റ് ജോബ് യു എൻ്റർ. അപ്പം ഇതിന്റെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറയാനാണെങ്കിൽ, ഡിഗ്രി കഴിഞ്ഞാൽ നമുക്ക് ഇപ്പൊ പ്രൈവറ്റ് സെക്ടറിൽ നിങ്ങളൊരു ജോബ് നോക്കുകയാണെങ്കിൽ, യു ഹാവ് ഓപ്പർച്യൂണിറ്റീസ് ഇൻ പബ്ലിക് പോളിസി, യു ഹാവ് ഓപ്പർച്യൂണിറ്റീസ് ഇൻ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ. നമുക്കറിയാം ഇന്ത്യയിലും കേരളത്തിൽ അത്രത്തോളം ഉണ്ടെന്നറിയില്ല, ഡൽഹിയിലൊക്കെ പർട്ടിക്കുലർലി ഒരുപാട് തിങ്ക് ടാങ്ക്സ് വർക്ക് ചെയ്യുന്നുണ്ട്. തിങ്ക് ടാങ്ക്സ് എന്ന് പറഞ്ഞാൽ പോളിസി ഇംപ്ലിമെന്റ് ചെയ്യുകയും പോളിസി ക്രിയേറ്റ് ചെയ്യുകയും അതിനെ അനലൈസ് ചെയ്യുകയും ചെയ്യുന്ന ഒരു ഓർഗനൈസേഷനെയാണ് നമ്മൾ തിങ്ക് ടാങ്ക്സ് എന്ന് പറയാറുള്ളത്. അപ്പം ഇങ്ങനെ ഒരുപാട് തിങ്ക് ടാങ്ക്സ് ഡൽഹിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മുടെ പഠന സമയത്ത് തന്നെ ഈ തിങ്ക് ടാങ്കുകളിൽ ഇന്റേൺഷിപ്പ് ചെയ്യാനുള്ള നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് കിട്ടാറുണ്ട്. ഇതിൽ പോളിസി അനലിസ്റ്റ് ആയിട്ട്, അല്ലെങ്കിൽ പോളിസി റിസർച്ചർ ആയിട്ട് നമുക്ക് ഈ തിങ്ക് ടാങ്ക്സുകളിൽ ഇന്റേൺഷിപ്പ്, നമ്മൾ ട്രൈ ചെയ്ത ഇന്റേൺഷിപ്സ് കിട്ടാനുള്ള ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് ഉണ്ടാവാറുണ്ട്. അപ്പം ആഫ്റ്റർ ഗ്രാജുവേഷൻ, ഇഫ് യു ഹാവ് എ ഗുഡ് റെസ്യൂമെ, ഇഫ് യു ഹാവ് എ ഗുഡ് CV, ഇഫ് യു ഹാവ് ഡൺ മെനി ഇന്റേൺഷിപ്സ്, ഇഫ് യു ഹാവ് ബീൻ ഇൻ എ സൊസൈറ്റി ഡൂയിങ് യുവർ സ്റ്റഡീസ്, ഇതുപോലുള്ള പ്രൈവറ്റ് സെക്ടേഴ്സിൽ ജോലി ചെയ്യാൻ എളുപ്പമാണ്. അതല്ലാതെ പൊളിറ്റിക്കൽ സയൻസ്, DUവിലെ പൊളിറ്റിക്കൽ സയൻസ് സിലബസ് ഈസ് വെരി മച്ച് റിലേറ്റഡ് ടു മെനി സെൻട്രൽ ഗവൺമെന്റ് എക്സാമിനേഷൻസ്. അതായത് പൊളിറ്റിക്കൽ സയൻസ്, നമ്മുടെ DUവിൽ പഠിക്കുന്ന പൊളിറ്റിക്കൽ സയൻസ് സബ്ജക്ട്സ് തന്നെയാണ്, അല്ലെങ്കിൽ അതിലൊരു ഭൂരിപക്ഷം കാര്യങ്ങൾ തന്നെയാണ് UPSC, SSC പോലുള്ള സബ്ജക്ട്സുകൾക്ക് സിലബസ് ആയിട്ട് വരുന്നത്. അപ്പം നിങ്ങളുടെ ഗ്രാജുവേഷൻ ടൈമിൽ നിങ്ങൾ, അല്ലെങ്കിൽ നിങ്ങളുടെ UG ടൈമിൽ നിങ്ങൾ നിങ്ങളുടെ സബ്ജക്ട് ഭയങ്കര നല്ല രീതിയിൽ പഠിക്കുകയാണെങ്കിൽ, ഇറ്റ് വുഡ് ബി ഈസി ഫോർ യു ടു റൈറ്റ് ഗവൺമെന്റ് എക്സാംസ് ലൈക്ക് UPSC ആൻഡ് SSC. അപ്പം അതൊരു നല്ലൊരു എഡ്ജ് ആയിരിക്കും പൊളിറ്റിക്കൽ സയൻസ് എടുത്തിട്ട് പിന്നെ ഒരു ഗവൺമെന്റ് എക്സാംസ് എഴുതുന്നത്. ഇതല്ലാതെ ഒരുപാട് ഇപ്പൊ ഗവൺമെന്റ് സെക്ടറിൽ അല്ലാതെ ജോലി നോക്കുകയാണെങ്കിൽ NHR, നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് ഡിപ്പാർട്ട്മെന്റ് പോലുള്ള ഡിപ്പാർട്ട്മെന്റിൽ യു ഹാവ് ഓപ്പർച്യൂണിറ്റീസ് ടു വർക്ക് ഇൻ. അത് NHRDയിലൊക്കെ ഒന്നുകൂടി ലോ ഫീൽഡ് കഴിഞ്ഞവർക്കാണ് പ്രയോറിറ്റി കൂടുതൽ. ബട്ട് ഇഫ് യു ഹാവ് എ ഗുഡ് റെസ്യൂമെ ആൻഡ് ഇഫ് യു ഹാവ് ഡൺ എ മാസ്റ്റേഴ്സ് ഓർ ഇപ്പൊ NEP വെച്ചിട്ട് ബിയോണസ് റിസർച്ച്, നമുക്ക് 4 കൊല്ലം കഴിഞ്ഞ് ബിയോണസ് റിസർച്ച് കിട്ടും.
ആ ഒരു സർട്ടിഫിക്കറ്റ് വെച്ചിട്ട് നല്ല സ്കോർ, നല്ല CGPA ആൻഡ് നല്ല റെസ്യൂമെ ഉണ്ടെങ്കിൽ യു മേ ഓൾസോ ഗെറ്റ് ഓപ്പർച്യൂണിറ്റീസ് ഇൻ HRD ആൻഡ് അതർ മിനിസ്ട്രി ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ആൻഡ് മിനിസ്ട്രി ഓഫ് ചൈൽഡ് ഡെവലപ്മെന്റ് ഇതുപോലെ സെൻട്രൽ ഗവൺമെന്റ് കീഴിലുള്ള ഒരുപാട് മിനിസ്ട്രികളിലും ജോബ് ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് കിട്ടും. പിന്നെ ഫോറിൻ യൂണിവേഴ്സിറ്റീസിലോട്ട് പോവുകയാണെങ്കിൽ അവിടെ നമുക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. പബ്ലിക് പോളിസിയിലൊക്കെ ഫോറിൻ ഇന്റർനാഷണൽ റിലേഷൻസിലൊക്കെ ഫോറിൻ യൂണിവേഴ്സിറ്റീസ് പോകുമ്പോൾ നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് കൂടും. അപ്പം ഇതൊക്കെയാണ് പൊളിറ്റിക്കൽ സയൻസ് കഴിഞ്ഞിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഫീൽഡ്. ഓൾമോസ്റ്റ് എല്ലാവരും പൊളിറ്റിക്കൽ ഇപ്പം ഇത്രയും കാലം ഇപ്പം ഞങ്ങളുടെയാണ് NEP ഫസ്റ്റ് ബാച്ച് എന്ന് പറയുന്നത്. ഇതിനു മുന്നേ 3 year ഡിഗ്രി ആയിട്ട് എല്ലാവരും ഇപ്പൊ നമ്മുടെ സീനിയേഴ്സ് ഒക്കെ ഹയർ സ്റ്റഡീസിന് പോവുകയാണ്. ഇത് ജേർണലിസം, ലോ, പബ്ലിക് പോളിസി. NLU നാഷണൽ ലോ യൂണിവേഴ്സിറ്റി ഇൻ ബാംഗ്ലൂരിൽ MA പബ്ലിക് പോളിസിയിൽ ഒരു കോഴ്സ് ഉണ്ട്. ഒരുപാട് സീനിയേഴ്സ് അവിടെ ചെയ്യാറുണ്ട്. അത് കഴിഞ്ഞിട്ട് ഡിഫറെന്റ് അഡ്മിനിസ്ട്രേഷനിലൊക്കെ നമുക്ക് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അപ്പം അങ്ങനെ പോകാറുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ NEP ഇംപ്ലിമെന്റ് ചെയ്തതോടുകൂടി 4th ഇയറിൽ നമുക്കൊരു റിസർച്ച് പേപ്പർ സബ്മിറ്റ് ചെയ്യാണ്ട്. അപ്പം അതിന് എങ്ങനെയാണ്, അത് കഴിഞ്ഞിട്ട് PG ചെയ്യണോ അല്ലെങ്കിൽ ഈ ഒരു 4 year ഡിഗ്രി കൊണ്ട് തന്നെ നമുക്ക് ഒരു കോർപ്പറേറ്റ് സെക്ടറിൽ എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടോ എന്നുള്ളത് നമ്മൾ അറിയേണ്ട ഒരു കാര്യമാണ്. ബിക്കോസ് ആരും ഒരു 4 year ഡിഗ്രിയിൽ പാസ് ഔട്ട് ആയിട്ടില്ല. വി ആർ ദ ഫസ്റ്റ് ബാച്ച് ടു സ്റ്റഡി ഇൻ ദിസ് 4 year പ്രോഗ്രാം. അപ്പം അത് കഴിഞ്ഞിട്ട് പറയാൻ പറ്റുള്ളൂ. ബട്ട് സ്റ്റിൽ 4 year പ്രോഗ്രാമിൽ 4th year റിസർച്ച് ചെയ്യുമ്പോൾ നമ്മുടെ റിസർച്ച് സ്കിൽ കൂട്ടാനും അതുവഴി നമുക്ക് നമ്മുടെ റെസ്യൂമേലോ അല്ലെങ്കിൽ നമ്മൾ ഫോറിൻ യൂണിവേഴ്സിറ്റീസിൽ പോകുമ്പോൾ നമുക്കൊന്നും കൂടെ ഒരു പോയിന്റ്, ഒരു വാല്യൂ കൂടുതലായിരിക്കും. ബിക്കോസ് വി ഹാവ് ഡൺ ആ ഗ്രാജുവേഷൻ ഇൻ 4 years. ഫോറിൻ യൂണിവേഴ്സിറ്റിയിലൊക്കെ അതൊന്നും കൂടെ നമുക്കൊരു എഡ്ജ് ആയിരിക്കും പുറത്തുള്ള യൂണിവേഴ്സിറ്റീസിലോട്ട് കിട്ടാൻ. അപ്പം ഇതൊക്കെയാണ് പൊളിറ്റിക്കൽ സയൻസ് കഴിഞ്ഞിട്ടുള്ളൊരു ഹയർ ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറയുന്നത്. ഓക്കെ. പിന്നെ അടുത്തൊരാൾ ചോദിച്ചത് മന്ത്ലി എക്സ്പെൻസസ് എങ്ങനെയാവും? അതായത് ഡൽഹിയിൽ ജീവിക്കാൻ യൂഷ്വലി ഒരാൾക്ക് മന്ത്ലി എക്സ്പെൻസ് എത്ര വരും എന്നുള്ളതാണ്. മന്ത്ലി ഹോസ്റ്റലുകളില്ല എന്നല്ല, ഹോസ്റ്റലുകളുണ്ട്. പക്ഷെ ഭയങ്കര ചുരുങ്ങിയ കോളേജിൽ, ഇപ്പൊ ജാക്കിർ ഹുസൈൻ ഡൽഹി കോളേജിൽ ഹോസ്റ്റലില്ല. ഹിന്ദു കോളേജ് പോലുള്ള കുറച്ച് കോളേജിലെ ഹോസ്റ്റലുകളും അത് തന്നെ കിട്ടാൻ പാടാണ്. അത്രയും സ്റ്റുഡൻസിനൊന്നും കിട്ടാറില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മള് PGs അല്ലെങ്കിൽ ഫ്ലാറ്റ് ആണ് റിലൈ ചെയ്യാറ്. അപ്പൊ മറ്റുള്ള സെൻട്രൽ യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ ജാമിയ, JNU, പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി പോലെ ഹോസ്റ്റലുകൾ ഇല്ലാത്തതുകൊണ്ട് തന്നെ കമ്പയറിംഗ് ടു ദോസ് യൂണിവേഴ്സിറ്റീസ് എക്സ്പെൻസ് കുറച്ച് കൂടുതലാവാൻ ചാൻസ് ഉണ്ട്. കാരണം ഇപ്പൊ ഫ്ലാറ്റ് ഒക്കെ ഇപ്പൊ ഒരു 3000 പെർ പേഴ്സൺ ഒക്കെ റെന്റിന് നിൽക്കുകയാണെങ്കിൽ പ്ലസ് ഫുഡൊക്കെ ആവുമ്പോൾ ഒരു മിനിമം 5000, ഏറ്റവും മിനിമം 5000 ഒക്കെ ആവാറുണ്ട്. അപ്പം ഞാൻ ഒരു ആവറേജിൽ പറയുകയാണെങ്കിൽ 5000 to 8000 ഒരു ആവറേജ് ഒരു സ്റ്റുഡന്റിന് കഴിഞ്ഞു പോകാൻ പറ്റും തോന്നുന്നു. ആൻഡ് ഇറ്റ് ഡിപ്പെൻസ് ഓൺ യുവർ ലൈഫ് സ്റ്റൈൽ. നിങ്ങൾ എങ്ങനത്തെ റൂം എടുക്കുന്നു, നിങ്ങൾ ഫുഡിന് എത്ര എക്സ്പെൻസ് ചെയ്യുന്നു, ഇറ്റ് ഡിപ്പെൻസ്. കാരണം ഹോസ്റ്റലുകൾ ഇല്ലാത്തതുകൊണ്ട് നമ്മളാണ് ചെലവാക്കുന്നതുകൊണ്ട് നമ്മൾ എങ്ങനെ ചെലവാക്കുന്നു എന്നുള്ള പോലെ ഇരിക്കും. പക്ഷെ ഒരു ആവറേജ് പറയുകയാണെങ്കിൽ ഒരു 5000 to 8,000-9,000 വരെയാണ് ചെലവ് വരാറ് പെർ മന്ത്. അതെ, നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ ഡിപ്പെൻഡ് ചെയ്തിരിക്കും എക്സ്പെൻസ് എന്താവുന്നത് ഞാൻ പറഞ്ഞ പോലെ. കാരണം ഡൽഹിയിൽ നമുക്ക് ഏത് രീതിയിൽ ജീവിക്കാനുള്ള സാധ്യതകൾ അവിടെ ഉണ്ട്, ഇതിനുള്ള അവസരമുണ്ട്. അപ്പോൾ അത് നിങ്ങള് ഓക്കെ ഒരു ആവറേജ് ഏറ്റവും കുറഞ്ഞൊരു 5000-6000 ഒക്കെ വരും. അത് നിങ്ങൾ ലാവിഷ് ആയിട്ട് ജീവിക്കുകയാണെങ്കിൽ ഇത് എത്ര വേണേലും പോവാം. ടോട്ടലി ഡിപ്പെൻസ്. പിന്നെ അടുത്തൊരാൾ ചോദിച്ചത് BA പോൾ സയൻസ് വേറെ ഏതൊക്കെ യൂണിവേഴ്സിറ്റീസ് ആണ് ഉള്ളത്, അവിടുത്തെ എക്സാം പാറ്റേൺ ഒക്കെ എങ്ങനെയാണ്? BA പൊളിറ്റിക്കൽ സയൻസ് ഓൾമോസ്റ്റ് എല്ലാ സെൻട്രൽ യൂണിവേഴ്സിറ്റീസിലുള്ള ഒരു കോഴ്സാണ് പൊളിറ്റിക്കൽ സയൻസ്, വിച്ച് ഇൻക്ലൂഡ്സ് ജാമിയ മിലിയ ഇസ്ലാമിയയിലുണ്ട്, സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് ഹൈദരാബാദില് ഇന്റഗ്രേറ്റഡ് പ്രോഗ്രാം ഉണ്ട്. പക്ഷെ ഐ വോണ്ട് ടു ക്ലാരിഫൈ ദാറ്റ് HCUലും പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയിലും ഞാൻ എഴുതുന്ന സമയത്ത് ഇന്റഗ്രേറ്റഡ് പ്രോഗ്രാം ആയിരുന്നു. ഇപ്പൊ അത് NEP ആക്കി 4 year ഡിഗ്രി ആക്കിയോ എന്ന് എനിക്കറിയില്ല. പക്ഷെ പൊളിറ്റിക്കൽ സയൻസ് ഡിഗ്രി അവിടെ ഉണ്ട്, പോണ്ടിച്ചേരി, ഹൈദരാബാദ്, ജാമിയ മിലിയ. പക്ഷെ DUലെ പൊളിറ്റിക്കൽ സയൻസ് ഇസ് വൺ ഓഫ് ദി മോസ്റ്റ് ഇൻ ഡിമാൻഡ് കോഴ്സ്. DUലെ പൊളിറ്റിക്കൽ സയൻസ് സിലബസ് ഒന്നും കൂടെ ഒരു സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യുന്നതുകൊണ്ട് DUലെ പോൾ സയൻസ് ആണ് വാല്യൂ. DU പോലെ തന്നെയാണ് ജാമിയ മിലിയയിലെ പൊളിറ്റിക്കൽ സയൻസ് കോഴ്സും നല്ല ഇൻ ഡിമാൻഡ് കോഴ്സ് തന്നെയാണ്. പിന്നെ HCUലെയും പൊളിറ്റിക്കൽ സയൻസ് നല്ലതാണ്. പോണ്ടിച്ചേരി പിന്നെ PG നോക്കുകയാണെങ്കിൽ JNUലുണ്ട്. പക്ഷെ JNUല് UG പൊളിറ്റിക്കൽ സയൻസ് കൊടുക്കാറില്ല. അപ്പൊ ഇതൊക്കെയാണ് പ്രോമിനന്റ് യൂണിവേഴ്സിറ്റീസ് ആയിട്ട് പറയാനുള്ളത് പൊളിറ്റിക്കൽ. ആൻഡ് അവരുടെ എക്സാം പാറ്റേൺ CUT തന്നെയാ.
ഇപ്പം എല്ലാ സെൻട്രൽ യൂണിവേഴ്സിറ്റീസിലും CUT ആക്കി. പക്ഷെ അവര് ഡിമാൻഡ് ചെയ്യുന്ന പേപ്പേഴ്സ് ഡിഫറെന്റ് ആയിരിക്കും. ഇപ്പം DUല് 1 ലാംഗ്വേജ് ആൻഡ് 3 ഡൊമൈൻ ആണെങ്കിൽ HCL വരുമ്പോൾ ഒരു ഡൊമൈൻ, ഒരു ലാംഗ്വേജ്, ഒരു ജനറൽ ടെസ്റ്റ് ആണ്. പക്ഷെ പോണ്ടിച്ചേരിയിൽ വരുമ്പോൾ ജനറൽ ടെസ്റ്റ് മാത്രമാണ്. പക്ഷെ ജാമ്യയിൽ വരുമ്പോൾ ജാമ്യയിൽ ഇപ്പോഴും അവർക്ക് അവരുടെ ഇൻഡിപെൻഡന്റ് എക്സാം ആണുള്ളത്. അതായത് ജാമ്യ കണ്ടക്ട് ചെയ്യുന്ന ഡൽഹി വന്ന് എഴുതേണ്ട ജാമ്യ കണ്ടക്ട് ചെയ്യുന്ന എക്സാമാണ് പൊളിറ്റിക്കൽ സയൻസിന് അവിടെ ഇപ്പോഴും ഉള്ളത്. അപ്പം അതിന് അവരുടെ ഓൺ എക്സാം ആണ്. ബാക്കി എല്ലാ യൂണിവേഴ്സിറ്റീസിനും CUT തന്നെയാണ്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത് DUലെ പോൾ സയൻസ് സിലബസ് ടഫ് ആണോ? അത് ഇറ്റ് ടോട്ടലി ഡിപ്പെൻഡ്സ് ഓൺ യുവർ ഇൻട്രസ്റ്റ്. പക്ഷെ നാട്ടിലെ കോളേജ് വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ നല്ല ഡിഫറൻസ് ഉണ്ട്. നല്ല ഡിഫറൻസ് എന്ന് വെച്ചാൽ നാട്ടിൽ പഠിക്കുന്നതിന്റെ ഒരു 2 ഇരട്ടിയൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. നല്ല വാസ്റ്റ് സിലബസ് ആണ്. പിന്നെ ഇപ്പം ന്യൂ എഡ്യൂക്കേഷൻ പോളിസി ആക്കിയതുകൊണ്ട് ഒന്നും കൂടി റിസർച്ച് ഓറിയന്റഡ് ആയിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ സീനിയേഴ്സിനൊക്കെ ഫസ്റ്റ് ഇയറിൽ I think 2 കോർ സബ്ജക്റ്റ് ആയിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷെ നമുക്കിപ്പോൾ 3 കോർ സബ്ജക്റ്റ്, ടോട്ടൽ 7 പേപ്പേഴ്സ് ഉള്ളത്. അതിൽ 3 പേപ്പേഴ്സും പൊളിറ്റിക്കൽ സയൻസ് തന്നെയാണ് പഠിക്കാനുള്ളത്, ഓണേഴ്സ് എടുക്കുകയാണെങ്കിൽ. അപ്പം ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ്, ഞാൻ പറയും എനിക്ക് പൊളിറ്റിക്കൽ സയൻസ് പഠിക്കാൻ ഇൻട്രസ്റ്റ് ഉള്ളതുകൊണ്ടും ഞാൻ കുറച്ച് തിയറി പഠിച്ചാൽ മനസ്സിലാവുന്നതുകൊണ്ടും തിയറിറ്റിക്കലി എനിക്ക് ആൻസേഴ്സ് എഴുതാൻ ഇഷ്ടമുള്ളതുകൊണ്ടും ടഫാണ്, പക്ഷെ ഇൻട്രസ്റ്റിംഗ് ആണ് എന്ന് ഞാൻ പറയുള്ളൂ. അത് പഠിച്ചെടുക്കാൻ കുറച്ച് പണിയുണ്ടെങ്കിലും ഇറ്റ് ഈസ് വർത്ത് എന്ന് ഞാൻ പറയും. നമ്മൾ പഠിക്കുന്ന സബ്ജക്റ്റിൽ യു വിൽ ഹാവ് എ ഇമ്മൻസ് നോളജ് ഇൻ ദാറ്റ് സബ്ജക്ട്. അപ്പം ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ്, ഐ വുഡ് നെവർ സേ ടഫ് ആണെന്ന് പേടിച്ചിട്ടൊന്നും സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലേക്ക് DU ഒന്നും ചൂസ് ചെയ്യാതിരിക്കരുത്. ഇൻട്രസ്റ്റ് ആണ്. How did you realize political science was the right course for you? What got you interested? ഷിത ചോദിച്ചതാണ്. പൊളിറ്റിക്കൽ സയൻസിലാണ്, പിന്നെ പൊളിറ്റിക്കൽ സയൻസ് ആണ് റൈറ്റ് കോഴ്സ് എങ്ങനെയാണ് മനസ്സിലായത്? എന്താണ് ഇതിൽ ഇൻട്രസ്റ്റ് ആവാനുള്ള ഒരു ഫാക്ടർ എന്താണ്? ഓക്കെ, അപ്പം പൊളിറ്റിക്കൽ സയൻസിലോട്ട് ഇൻട്രസ്റ്റ് എന്താ വെച്ചാല് ഞാൻ 10th കഴിഞ്ഞിട്ട് മാനേജ്മെന്റ് ഫീൽഡ് ഉറപ്പിച്ച ഒരാളാണ്. സോഷ്യൽ സയൻസ് വാസ് മൈ ഫേവറേറ്റ് സബ്ജക്ട്. പൊളിറ്റിക്കൽ സയൻസ് പർട്ടിക്കുലർലി എന്തുകൊണ്ട് ചൂസ് ചെയ്തെന്ന് വെച്ചാല് ഞാൻ ആക്ച്വലി ഫസ്റ്റ് സോഷ്യോളജി ആയിരുന്നു എൻ്റെ ചെയ്യുന്നത്. മോർ ഇൻട്രസ്റ്റഡ് ഇൻ നോയിങ് സോഷ്യലി റെലവെന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, എനിക്ക് സോഷ്യൽ റീസൺ ബിഹൈൻഡ് എവരി പ്രോബ്ലം, ഇതായിരുന്നു ഞാൻ ഏറ്റവും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നത്. പക്ഷെ പിന്നീട് പൊളിറ്റിക്കൽ സയൻസ് ഞാൻ ഒരു UPSC ആസ്പയർ ചെയ്തിരുന്ന ഒരു സ്റ്റുഡൻ്റ് ആയതുകൊണ്ട് പൊളിറ്റിക്കൽ സയൻസ് പഠിക്കുന്നത് ഒന്നുകൂടി UPSC ഫീൽഡിലോട്ട് എഡ്ജ് ആവുമെന്ന് തോന്നുകയും പിന്നീട് പൊളിറ്റിക്കൽ തിയറീസിനോട് ഒരു താല്പര്യം വരികയും നമ്മളിപ്പം ഡെയിലി ലൈഫിൽ കാണുന്ന പൊളിറ്റിക്കൽ ഇഷ്യൂസ്, അത് പൊളിറ്റിക്കൽ ഇഷ്യൂസ് എന്ന് പറയുമ്പോൾ ജസ്റ്റ് ഒരു പാർട്ടി പൊളിറ്റിക്സിലോട്ട് നമ്മൾ ചുരുങ്ങരുത്. റാദർ നമ്മൾ ഇവിടെ കാണുന്ന ഓരോ പ്രശ്നങ്ങളും പിന്നെ ഒരു പൊളിറ്റിക്കൽ പെർസ്പെക്റ്റീവ് ആണ്. അതിൻ്റെയൊക്കെ ഒരു തിയറിറ്റിക്കൽ പെർസ്പെക്റ്റീവ് അല്ലെങ്കിൽ അതിൻ്റെയൊക്കെ ഒരു റീസൺ, പൊളിറ്റിക്കൽ റീസൺ എന്താണ്, നമ്മൾ ഇവിടെ കാണുന്ന ഇഷ്യൂസിന്റെ പൊളിറ്റിക്കൽ റീസൺ എന്താണ്. ഇപ്പം കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ ആയാലും ജെൻഡർ ഡിസ്ക്രിമിനേഷൻ ആയാലും ഒക്കെ ജെൻഡറിന്റെ പിന്നിലുള്ള പൊളിറ്റിക്സ് എന്താണ്, കാസ്റ്റിന്റെ പിന്നിലുള്ള പൊളിറ്റിക്സ് എന്താണ്, ഇപ്പം ഇന്ത്യയിൽ പൊളിറ്റിക്സ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, ഇതൊക്കെ അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റിയുടെ പുറത്തെടുത്താണ് പൊളിറ്റിക്കൽ സയൻസ്. അപ്പം ഇത് എടുക്കുന്ന സമയത്ത് ഒരുപാട് പേര് ഇതിന്റെ ജോബ് ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ചൊക്കെ ചോദിച്ചിരുന്നു. അപ്പം ജോബ് ഓപ്പർച്യൂണിറ്റീസ് എത്തുമ്പോൾ ഞാൻ അപ്പം ഭയങ്കര കോൺസെൻട്രേറ്റഡ് അല്ലെങ്കിൽ ബോധേർഡ് അല്ലായിരുന്നു. I was just bothered about my interest. I really want to study this subject. അപ്പം ഇത് കഴിഞ്ഞിട്ട് ജോബ് ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് കഴിഞ്ഞിട്ട് സെർച്ച് ചെയ്യാലോ എന്നുള്ള രീതിയിലായിരുന്നു. ആൻഡ് UPSC ട്രൈ ചെയ്യണം, UPSC സീരിയസ് ആയിട്ട് പ്രിപ്പയർ ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹം കൂടെ ഉണ്ടായിരുന്നു. അപ്പം അത് രണ്ടും കൂടെ എല്ലാം ചെയ്ത് വന്നപ്പോൾ പൊളിറ്റിക്കൽ സയൻസ് എടുക്കാനായി. പിന്നീട് DU വന്നതിന് ശേഷമാണ് ഞാൻ പൊളിറ്റിക്കൽ സയൻസിന്റെ ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ച് അറിഞ്ഞത്. ബോത്ത് ഫോറിൻ യൂണിവേഴ്സിറ്റീസിൽ ഹ്യൂമൻ റൈറ്റ്സ് പബ്ലിക് പോളിസി ഫീൽഡിലൊക്കെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടെന്നും ഇന്ത്യയിൽ തന്നെ ഒരുപാട് ഇതുപോലെ തിങ്ക് ടാങ്ക്സും NGOs ഒക്കെ വർക്ക് ചെയ്യുന്നതിനും ഇവിടെ പൊളിറ്റിക്കൽ സയൻസിൽ നമ്മൾ പഠിച്ച കാര്യങ്ങൾ ആപ്ലിക്കബിൾ ആണെന്നും നമ്മൾ പൊളിറ്റിക്കൽ സയൻസിലൂടെ പഠിച്ചെടുത്ത സ്കിൽസ് ഇതുപോലുള്ള ഓർഗനൈസേഷന് ആവശ്യമാണെന്നൊക്കെ DUയിൽ വന്നതിന് ശേഷം, DUയിലെ പിയർ ഗ്രൂപ്പ്സ് ആയിട്ട് കണക്ട് ചെയ്ത് DUയിലെ സൊസൈറ്റീസിൽ വർക്ക് ചെയ്തതിന് ശേഷമാണ് ഞാൻ മനസ്സിലാക്കിയത്. അപ്പം അതാണ് എൻ്റെ ഒരു ഇൻട്രസ്റ്റ്, പൊളിറ്റിക്കൽ സയൻസിലോട്ട് വരാനുള്ള ഒരു ഇൻട്രസ്റ്റ് ഇതൊക്കെയാണ്. ഓക്കെ, പിന്നെ നേരത്തെ ഒരാള്
ഡിയുലെ ഫീസിനെ പറ്റി ചോദിച്ചു. ഡിയുല് ഫീ എങ്ങനെയാണെന്നുള്ളത്. ഡിയുലെ ഫീ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഡിഫറെന്റ് ആണ്. ഞാൻ പറഞ്ഞില്ല, ഡിയുല് ഒരുപാട് 65 അതിലധികം കോളേജസ് ഉണ്ട്. അപ്പം ഇറ്റ് ഡിപ്പെൻസ് ഓൺ ഈച്ച് കോളേജ്. അപ്പം ഒരു 9,000 ആണ് ഒരു മിനിമം ഫീ പെർ ഇയർ. ഡിയുല് സെമസ്റ്റർ ഫീ ഇല്ല, സെമസ്റ്റർ ഫീസ് ഇല്ല, പക്ഷെ അതായത് ഒരു ഇയർലി ഫീ ആണുള്ളത്. അപ്പം മിനിമം ഒരു 9,000. ഞാൻ BA കണ്ടു. ഇറ്റ് ഡിപ്പെൻസ് ഫോർ കോഴ്സസിനും ഡിപ്പെൻഡ് ചെയ്യും, വാരി ചെയ്യും, കോളേജസിനും വാരി ചെയ്യും. അപ്പം BA കോഴ്സസിനാണെങ്കിൽ ഒരു 9,000 മിനിമം, ആൻഡ് ഇറ്റ് ക്യാൻ എക്സ്റ്റെൻഡ് അപ് ടു 20,000, 22,000 ഒക്കെ വരെ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. എനിക്കൊന്നും ചില കോളേജിൽ 27,000 വരെയും ഉണ്ട്. അപ്പൊ നമുക്ക് അങ്ങനെ ഫീ സ്ട്രക്ചർ ആയിട്ട് പറയാൻ പറ്റില്ല. ഡിയുടെ ഫീ സ്ട്രക്ചർ ഒരു PDF ആയിട്ട് ഡിയുടെ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. നമുക്ക് അത് വേണമെങ്കിൽ നമുക്ക് റെഫർ ചെയ്യാം. അപ്പം ജാക്കറ്റിൽ പൊതുവെ കമ്പയറിംഗ് ടു അതർ കോളേജസ് ഡിയു ഫീസ് കുറവാണ്. അപ്പം എൻ്റെ ഇപ്പോൾ ഒരു ഇയർലി ഫീ എന്ന് പറഞ്ഞാൽ 11,000 ആണ്. അപ്പം അത് കമ്പയറിംഗ് ടു അതർ ഡിയു കോളേജസ് കുറവാണ്, പക്ഷെ അതിനേക്കാളും ഫീ വരാറുണ്ട്. ഓക്കെ, ഒരാൾ ചോദിച്ചിട്ടുണ്ട്, ക്യാൻ യു സേ അബൌട്ട് ദി സാലറി പാക്കേജ് ആഫ്റ്റർ UG? അർച്ചന CV ചോദിച്ചതാണ്. ഇതിന് ശേഷമുള്ള സാലറി പാക്കേജ് ഈ പെർട്ടിക്കുലർ പൊളിറ്റിക്കൽ സയൻസിൽ UG കഴിഞ്ഞിട്ടുള്ള അങ്ങനെയുള്ള ചോദിക്കുന്നത്. ഓക്കെ, സാലറി പാക്കേജസ് പറയുകയാണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, പൊളിറ്റിക്കൽ സയൻസ് ഞാൻ എടുത്തത് ഒരു ജോബ് കണ്ടോ ഇന്ന ജോബ് ആവണം കണ്ടോന്നല്ല. എനിക്ക് സബ്ജക്ട് പഠിക്കണമായിരുന്നു, അതിലൊരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് UPSC അറ്റൻഡ് ചെയ്യാനായിരുന്നു, അതുകൊണ്ട് ഞാൻ എടുത്തു. പിന്നെ പൊളിറ്റിക്കൽ സയൻസ് പറഞ്ഞത് ഒരു പ്രൊഫഷണൽ കോഴ്സും അല്ല. സാലറി പാക്കേജ് അല്ലെങ്കിൽ ഒരു കോർപ്പറേറ്റ് റെഡി അല്ലെങ്കിൽ കോർപ്പറേറ്റിന് വേണ്ട ഒരു കോഴ്സ് ഒന്നും അല്ല പൊളിറ്റിക്കൽ സയൻസ്. ലൈക്ക് BCom ഓർ MBA അല്ലെങ്കിൽ അതുപോലെ കോർപ്പറേറ്റിന് വേണം. അപ്പം സാലറി പാക്കേജ് ഇത്ര പാക്കേജ് കിട്ടും എന്ന് പറയാന് എനിക്കറിയില്ല. കാരണം പൊളിറ്റിക്കൽ സയൻസ് കഴിഞ്ഞിട്ട് ഒരു കോർപ്പറേറ്റ് റെഡി ജോബ്സ് ഒന്നും ഇല്ല. നമ്മുടെ സ്കിൽ അനുസരിച്ച്, നമ്മുടെ ചെയ്ത ഇന്റേൺഷിപ്സ് അനുസരിച്ച് ആണ് കിട്ടുന്നത്. അപ്പം നമ്മൾ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് ചിലപ്പം പോളിസി മേക്കേഴ്സ്, പോളിസി അനലിസ്റ്റിന് ഇത്ര LPA, 3 LPA, 2 LPA എന്നൊക്കെ കാണാം. പക്ഷെ അതിൻ്റെയൊക്കെ വാലിഡിറ്റി എനിക്ക് അറിഞ്ഞത്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞുതരാത്തത്. അപ്പം ഒരു പെർട്ടിക്കുലർ ഡിഗ്രി ആയിട്ട് ഇത്ര പാക്കേജിന് സാലറി കിട്ടുന്ന പറയുന്നത് ഇതൊരു പ്രൊഫഷണൽ കോഴ്സോ അല്ലെങ്കിൽ ഒരു കോർപ്പറേറ്റ് റെഡി കോഴ്സോ അല്ല. റാദർ ഇത് നമ്മുടെ സ്കിൽ എൻഹാൻസ് ചെയ്യുന്ന പൊളിറ്റിക്കൽ സയൻസിലൂടെ നമ്മുടെ പൊളിറ്റിക്കൽ എബിലിറ്റി, ഇപ്പോൾ അനലിറ്റിക്കൽ സ്കിൽ, റിസർച്ച് സ്കിൽ, ക്രിട്ടിക്കൽ തിങ്കിങ്, ഇതൊക്കെ നമ്മൾ എൻഹാൻസ് ചെയ്യാനും പൊളിറ്റിക്കൽ സയൻസിൽ തിയറിറ്റിക്കൽ നോളജ് ഉണ്ടാക്കാനും ഹെൽപ്പ് ചെയ്യുന്ന കോഴ്സാണ്. ഇപ്പം ഒരു സാലറി പാക്കേജ് പറയാൻ എനിക്കറിയില്ല. അല്ല, സാലറിയുടെ ഡിയിലാണെങ്കിൽ പ്ലേസ്മെന്റ്സിന് വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷെ പിന്നെ BCom ഓണേഴ്സിലേക്കാണ് മെയിനായിട്ട് അങ്ങനെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ വരുന്നത്. അതും ഏറ്റവും ടോപ്പ് ആയിട്ടുള്ള SRCC, ഹിന്ദു പോലുള്ള കോളേജിലൊക്കെ അവിടെ SRCC ഒരു ടോപ്പ് ആയിട്ട് വരുന്നൊരു അറൌണ്ട് 6 LPA അല്ലെങ്കിൽ ഒരു 7-8 LPA അപ് ടു 7 LPA ഒക്കെയാണ് SR പോലൊരു ടോപ്പ് പാക്കേജ് ഒക്കെ വരുന്നത്. കാരണം ഗ്രാജുവേഷൻ ആണ് യൂഷ്വലി അങ്ങനെയല്ല. ഇതിന്റെ ബേസിൽ പിന്നെ വേറെ മാസ്റ്റേഴ്സോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിലും അല്ല ഏതെങ്കിലും ഈ UPSC, SSC അങ്ങനെയുള്ള മറ്റ് കോമ്പറ്റേറ്റീവ് എക്സാംസ് ഒക്കെ എഴുതി അങ്ങനെ ഒരു ജോബിന് നമ്മൾ പിന്നീട് കുറച്ചുകൂടി ക്വാളിഫൈഡ് ആവേണ്ടതുണ്ട്. ഇത് UG മാത്രം ജോലി കിട്ടണമെന്നില്ല. അതേ ക്ലാസ് അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ജോബ് വരെ ഇത് BCom MBA പോലുള്ള കോഴ്സുകൾക്കാണ് നമുക്കൊരു LPA അല്ലെങ്കിൽ സാലറി പാക്കേജ് പറയാൻ പറ്റുള്ളൂ. പൊളിറ്റിക്കൽ സയൻസിൽ ഒരുപാട് ഹയർ ഓപ്ഷൻസ്, കരിയർ ഓപ്ഷൻസ് ഉണ്ട്. എന്തൊക്കെ ഓപ്ഷൻസ് ഉണ്ടെന്ന് പറയാൻ പറ്റും. പക്ഷെ അഫ്കോഴ്സ് സാലറി ഉണ്ട്, സാലറി ഉള്ള ജോബ്സ് ഒക്കെ പൊളിറ്റിക്കൽ സയൻസ് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ ഒരു കോർപ്പറേറ്റ് റെഡി ജോബ് അല്ലാത്തതുകൊണ്ട് ഡെഫിനറ്റ് സാലറി നമുക്ക് പറയാൻ പറ്റും. പ്ലേസ്മെന്റ്സ് എല്ലാണെങ്കിലും BCom കഴിഞ്ഞിട്ടാണ് പ്ലേസ്മെന്റ് കൂടുതൽ. അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത്, ക്ലാസ് എല്ലാം ഇംഗ്ലീഷിലാണോ അവിടെ? ഇത് കേരളത്തിന് പുറത്തേക്ക് പഠിക്കാൻ പോകുന്ന എല്ലാവർക്കും ഉണ്ടാവുന്ന ഒരു ഡൗട്ടാണ്. ക്ലാസ്സസ് ഡിയുല് ഓൾമോസ്റ്റ് എല്ലാ ടീച്ചേഴ്സ് ഇംഗ്ലീഷിലാണ് എടുക്കുന്നത് എന്ന് തോന്നുന്നു. ഞാനിപ്പം എൻ്റെ കാര്യം പറയാം. എൻ്റെ ഡിപ്പാർട്ട്മെന്റ്, എൻ്റെ കോളേജിൽ, എൻ്റെ ഡിപ്പാർട്ട്മെന്റ് പൊളിറ്റിക്കൽ സയൻസ് ഡിപ്പാർട്ട്മെന്റിൽ എല്ലാ ടീച്ചേഴ്സും കംപ്ലീറ്റ്ലി ഇംഗ്ലീഷിലാണ് എടുക്കുന്നത്. കംപ്ലീറ്റ്ലി ഇംഗ്ലീഷിലുള്ള പറഞ്ഞാൽ അവര്
ഫോർമലായിട്ടും ഇൻഫോർമലായിട്ടും സംസാരിക്കുമ്പോൾ ഇംഗ്ലീഷിലാണ്. ബോത്ത് ലെക്ചേഴ്സ് എടുക്കുമ്പോൾ അല്ലാത്തപ്പോഴും ഇംഗ്ലീഷ് തന്നെയാണ് സംസാരിക്കല്. പക്ഷെ ദർ ആർ ടീച്ചേഴ്സ് ഹൂ സ്പീക്ക് ഇൻ ഹിന്ദി. പക്ഷെ അവരോടും നമ്മൾ ഇപ്പം ചില ടീച്ചേഴ്സ് ഒക്കെ ഇപ്പം കോർ സബ്ജക്റ്റ് അല്ലാതെ SEC ESC ഒക്കെ വേറെ ഡിപ്പാർട്ട്മെന്റ്സിൽ നിന്ന് എടുക്കുമ്പോൾ ചില ടീച്ചേഴ്സ് ഒക്കെ ഹിന്ദിയിൽ ക്ലാസ് എടുക്കാറുണ്ട്. പക്ഷെ അവരോട് നമ്മൾ മാം എനിക്ക് മനസ്സിലായില്ല ഇംഗ്ലീഷിൽ എടുക്കുമെന്ന് ചോദിച്ചാൽ അവർ അഫ്കോഴ്സ് അവർ ഇംഗ്ലീഷിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത് തരും. ഭയങ്കര ചുരുക്കം ടീച്ചേഴ്സ് ഹിന്ദിയിൽ എടുക്കാറുണ്ട്. ഹിന്ദിയിൽ എടുക്കാമെങ്കിൽ അതായത് കംപ്ലീറ്റ് ഹിന്ദിയിലല്ല, ഒരു ഇംഗ്ലീഷ് ഹിന്ദി മിക്സ്ഡ് ആയിട്ട് അവരുടെ ഒരു രീതിയിൽ എടുക്കാറുണ്ട്. പക്ഷെ എന്റെ ഡിപ്പാർട്ട്മെന്റിൽ ഇറ്റ്സ് കംപ്ലീറ്റ്ലി ഇൻ ഇംഗ്ലീഷ് എല്ലാ പ്രൊഫസേഴ്സും. ആൻഡ് ഹിന്ദിയിൽ സംസാരിച്ചെന്ന് വെച്ചിട്ട് കുറച്ച് ഇംഗ്ലീഷും ഹിന്ദിയും സംസാരിച്ചെന്ന് വെച്ചിട്ട് ദാറ്റ്സ് ഓൾസോ എൻ അഡ്വാൻറ്റേജ് ഫോർ us. കാരണം നമുക്ക് ഹിന്ദി പഠിക്കാം. അതിലൂടെ ഫസ്റ്റ് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും, പക്ഷെ ടീച്ചേഴ്സ് സംസാരിക്കുന്നതിലൂടെ നമുക്ക് കുറച്ച് ഹിന്ദി വേർഡ്സ് പഠിക്കുന്നല്ലോ. അപ്പം അത് അഡ്വാൻറ്റേജ് ആണ്. പക്ഷെ ഇംഗ്ലീഷിലാണ് ഓൾമോസ്റ്റ് എല്ലാ സെൻട്രൽ യൂണിവേഴ്സിറ്റീസിലും എല്ലാ കോളേജസിലും എടുക്കാറ്. ലെക്ചേഴ്സ് ഒക്കെ ഇംഗ്ലീഷിലാണ്. പിന്നീടുള്ള ഇൻഫോർമൽ ടോക്സ് ഒക്കെ ചിലപ്പോൾ ഹിന്ദിയിൽ സംസാരിച്ചെന്ന് വരും. ഓക്കെ. പിന്നെ വേറൊരു കാര്യം, നമ്മൾ ഈ ടീച്ചേഴ്സ് പഠിപ്പിച്ചു തരുന്ന രീതി +2 വരെ ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് സെൽഫ് ലേണിംഗ് ആണ്. നിങ്ങൾ എവിടെയാണെങ്കിലും അല്ലെ, UG ആണെങ്കിലും പിന്നെ അങ്ങോട്ട് കൂടുതൽ നമ്മൾ സ്വയം കണ്ടെത്തി പഠിക്കുക, അറിയുക എന്നുള്ളതാണ്. ടീച്ചേഴ്സ് ഒക്കെ ഒരു സപ്പോർട്ടായിട്ട് അവർ ഉണ്ടാവുന്നേ ഉള്ളൂ. അവർ ആ ഒരു സിസ്റ്റം അങ്ങനെ കൊണ്ടുപോകുന്നേ ഉള്ളൂ. നമ്മള് നോളജ് ആണെങ്കിലും സ്കില്ലാണെങ്കിലും ഒക്കെ നമ്മൾ തന്നെ ഗെയിൻ ചെയ്തെടുക്കണം. നമ്മളെ സ്പൂൺ ഫീഡ് ചെയ്യാനൊന്നും ആരും ഉണ്ടാവില്ല. നീ ഇങ്ങോട്ട് +2 കഴിയുന്നതോടെ ഇത് കഴിഞ്ഞു. അതാണ് ആ ഒരു സ്പൂൺ ഫീഡിംഗ് മെത്തേഡ് UGയിൽ നിങ്ങൾ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ നിന്നല്ല ഒരു കോളേജിലും പ്രതീക്ഷിക്കേണ്ട. സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ പെർട്ടിക്കുലർലി പ്രതീക്ഷിക്കേണ്ട. കാരണം ഇവിടത്തെ കോമ്പറ്റീഷൻ അത്ര അധികമാണ്. ഓരോ കുട്ടിയും ഓരോ ദിവസവും ഏത് എൻട്രൻസ് ക്രാക്ക് ചെയ്യാം, ഏത് ഗവൺമെന്റ് എക്സാം ക്രാക്ക് ചെയ്യാൻ ആലോചിച്ച് നടക്കുന്നവരാണ്. അല്ലെങ്കിൽ ഏത് കമ്പനിയിലോട്ട് പ്ലേസ്ഡ് ആവാം, അത്രയ്ക്ക് കോമ്പറ്റേറ്റീവ് ആണ്. അപ്പം ടീച്ചേഴ്സ് ആരും വന്നിട്ട് ഇത് പഠിച്ചോ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ആർക്കും കൊണ്ടുവരില്ല. UG എന്ന് പറഞ്ഞത് നമ്മുടെ സ്കിൽ ഗെയിൻ ചെയ്യാനും നമ്മുടെ ഹയർ സ്റ്റഡീസിനുള്ള നമ്മുടെ ഓപ്പർച്യൂണിറ്റീസ് കിട്ടാനും ആസ് എ പേഴ്സൺ അല്ലെങ്കിൽ നമ്മുടെ അക്കാഡമിക്കലി ആൻഡ് ബോത്ത് എക്സ്ട്രാ കരിക്കുലർ ഫീൽഡിൽ നമ്മുടെ സ്കില്ല് ഗെയിൻ ചെയ്യാനുള്ള ഒരു ഫീൽഡാണ്. അല്ലാതെ ഒരുപാട് മാർക്ക് മേടിക്കാൻ വേണ്ടി ടീച്ചേഴ്സ് നമുക്ക് സ്പൂൺ ഫീഡ് ചെയ്തു തരുന്ന ഒരു ഫീൽഡ് അല്ല. ടീച്ചേഴ്സ് ആയാലും നമ്മുടെ ഒരു പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യാനും അല്ലെങ്കിൽ നമ്മുടെ ആ സബ്ജക്റ്റിൽ നമ്മുടെ അറിവ് കൂട്ടി തരാനും സഹായിക്കുന്നല്ലാതെ എക്സാംസിന് മാർക്ക് മേടിക്കുക എന്നുള്ളൊരു സിസ്റ്റം +2 തരും. അത് ഇവിടെ എക്സാമിന് മാർക്ക് മേടിക്കണമെങ്കിൽ നമ്മൾ പഠിക്കണം. ടീച്ചേഴ്സ് അപ്പാർട്ട് ഫ്രം ദാറ്റ് നമ്മുടെ ഒരു സബ്ജക്ട് നോളേജ് കൂട്ടാനെ സഹായിക്കും. ഓക്കെ. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? നമ്മുടെ സെഷൻ ചേഞ്ച് ചെയ്യാറായി. ഒരു 10 minutes ഒക്കെ നമുക്ക് ബാക്കിയുള്ളൂ. ഡൽഹി യൂണിവേഴ്സിറ്റിയിലെ ഈ ഒരു BA പൊളിറ്റിക്കൽ സയൻസ് ഫുൾ ഒരു എക്സ്പീരിയൻസ് പറയാമോ? എന്തെങ്കിലും ഇന്റേൺഷിപ്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ? എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ ഇപ്പം പൊളിറ്റിക്കൽ സയൻസ് അത് സബ്ജക്ട് ഞാൻ പറയുകയാണെങ്കിൽ ഫസ്റ്റ് സെമ്മില് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കാരണം ഞാൻ പറഞ്ഞില്ല, കംപ്ലീറ്റ്ലി തിയറിറ്റിക്കൽ ആയിട്ടുള്ള സബ്ജക്റ്റ് ആണ്. നമുക്ക് തരുന്ന റെഫറൻസ് ബുക്ക് വാസ് കൃത്യമായിട്ട് ആ ഒരു ഓതേഴ്സ് പറഞ്ഞ റെഫറൻസ് ബുക്ക് ആയിരിക്കും. ഇപ്പം നമുക്ക് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ ഒക്കെ റെഫറൻസ് ബുക്ക് ആയിട്ട് തന്നിട്ടുണ്ടായിരുന്നു സെക്കൻഡ് സെമ്മില്. അപ്പം അങ്ങനെ ലൈക്ക് ആ ഓതേഴ്സ് തന്ന ബുക്സ് ആണ് നമ്മൾ റെഫർ ചെയ്യേണ്ടത്. ആൻഡ് ആ റെഫറൻസ് ബുക്ക് നമ്മൾ വായിച്ചിരിക്കണം ഇൻ ഓർഡർ ടു പാസ് ആർ എക്സാം. ലൈബ്രറി പോയി ആ റെഫറൻസ് ബുക്ക് എടുത്തിട്ട് വായിച്ചിരിക്കണം. ജോൺ റോൾസിന്റെയും കാൾമാക്സിന്റെയും മറ്റ് പൊളിറ്റിക്കൽ സയന്റിസ്റ്റുകൾ അവരെഴുതിയ ആ ലാംഗ്വേജിൽ തന്നെ നമ്മൾ വായിക്കണം. അപ്പം അത് ഇനീഷ്യൽ സ്റ്റേജിൽ ഭയങ്കര ടഫായിരുന്നു. പക്ഷെ പിന്നീട് സെക്കൻഡ് സെമ്മൊക്കെ ആയപ്പോൾ വി ഗോട്ട് യൂസ് ടു ദാറ്റ് ലാംഗ്വേജ്. ആ ലാംഗ്വേജ് വായിച്ച് മനസ്സിലാക്കി എടുക്കാൻ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്ത്. ഓഫ്കോഴ്സ് ഫസ്റ്റ് സെമ്മിൽ നല്ലോണം കഷ്ടപ്പെട്ടു. അത് സെക്കൻഡ് സെമ്മിൽ ഉപകാരമായി ആ ലാംഗ്വേജ് മനസ്സിലാക്കിയെടുത്തു. അപ്പോൾ അതാണ് ഞാൻ DU വന്നിട്ട് ഞാൻ പഠിച്ചൊരു ഏറ്റവും അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ആ റിസർച്ച് സ്കിൽ കൂട്ടി. നമുക്ക് ലാംഗ്വേജ് പഠിച്ച് മനസ്സിലാക്കാം. അപ്പോൾ നാട്ടിലൊരു കോളേജിലാണെങ്കിൽ ഞാൻ നാട്ടിലൊരു കോളേജിൽ കുറച്ച് മാസം പഠിച്ചിട്ടുണ്ടായിരുന്നു CUT എൻട്രൻസ് റിസൾട്ട് വരുന്നതിന് മുൻപ്. അവിടെ ഇറ്റ് വാസ് ഓൾ അബൌട്ട് ഗൈഡുകളായിരുന്നു നമ്മൾ എക്സാംസ് പാസ്സാവാൻ സഹായിച്ചിട്ടുണ്ട്. അവിടുത്തെ സിലബസ് DU അത്ര തന്നെ വാസ്റ്റ് അല്ലാത്തതുകൊണ്ട് തന്നെ ആ ഗൈഡ് മതിയായിരുന്നു നമുക്ക് പാസ്സാവാൻ. പക്ഷെ ഇവിടെ അതുപോലെ റെഫറൻസ് ബുക്ക് വായിക്കണം. അപ്പം അതൊരു വലിയ അഡ്വാൻറ്റേജ് ആയിട്ടുണ്ട്. ആ ഒരു ലാംഗ്വേജ് മനസ്സിലാക്കിയെടുക്കാം, റിസർച്ച് സ്കിൽ കൂട്ടാനൊക്കെ ഉള്ളത്.
പിന്നെ ഇന്റേൺഷിപ്സിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഞാൻ വോളണ്ടിയറിങ് ചെയ്തിട്ടുണ്ടായിരുന്നു. പ്രയാർ ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞൊരു ഫൗണ്ടേഷനിൽ വോളണ്ടിയറിങ് ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്റേൺഷിപ്സ് ഇപ്പൊ ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇപ്പൊ സെക്കൻഡ് ഇയർ ആയി. അപ്പൊ സെക്കൻഡ് ഇയറിന് നോക്കാം. ഫസ്റ്റ് ഇയറിന് നമ്മൾ വാസ് ഓൾ അബൌട്ട് സൊസൈറ്റീസ് ഉണ്ടായിരുന്നു. അപ്പൊ സൊസൈറ്റിയിൽ ഞാൻ കുറച്ച് ആക്റ്റീവ് ആയിരുന്നു. ടൂർണമെന്റ്സിനും ഡിബേറ്റിംഗ് ടൂർണമെന്റ്സിനും ഡിഫറെന്റ് കോളേജിലും IIT-ലൊക്കെ പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇന്റേൺഷിപ്സ് വോളണ്ടിയറിങ് ചെയ്യാൻ ടൈം ഉണ്ടായിരുന്നുള്ളൂ. പാർട്ട് ടൈം ഇന്റേൺഷിപ്പ് ഒക്കെ ചെയ്യാൻ ടൈം ഉണ്ടായിരുന്നില്ല. പക്ഷെ സെക്കൻഡ് ഇയറിന് നോക്കണമെന്ന് വിചാരിക്കുന്നുണ്ട്. NHRD നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് ഡിപ്പാർട്ട്മെന്റിലൊക്കെ ഇന്റേൺഷിപ്സ് ഉണ്ട്. പിന്നെ നീതി ആയോഗിന്റെ കീഴിൽ ഒരുപാട് ഇന്റേൺഷിപ്സ് ഉണ്ട് സെക്കൻഡ് ഇയർ സ്റ്റുഡൻസിന്. അപ്പൊ അതൊക്കെ നോക്കി തുടങ്ങാമെന്ന് വിചാരിക്കുന്നേ ഉള്ളൂ. ഇന്റേൺഷിപ്സ് ഡൽഹി DU പഠിക്കുകയാണെങ്കിൽ പർട്ടിക്കുലർ ഡൽഹിയിൽ ഏതെങ്കിലും സെൻട്രൽ യൂണിവേഴ്സിറ്റി കിട്ടുകയാണെങ്കിൽ പഠിക്കാൻ എളുപ്പമാണ്. കാരണം മിക്ക ഇന്റേൺഷിപ്സും ഓർഗനൈസേഷൻ വിൽ ബി ബേസ്ഡ് ഇൻ ഡൽഹി. അപ്പം അത് ഗ്രാബ് ചെയ്യാൻ എളുപ്പമാണ് ഡൽഹി പഠിക്കാൻ. പിന്നെ നിങ്ങൾ DU-ൽ എത്തുന്ന സമയത്ത് നിങ്ങൾക്ക് പിന്നെ അവിടെ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ ഇന്ത്യ മൊത്തമുള്ള എക്സ്പോഷറിന് പുറമെ നിങ്ങൾക്ക് മല്ലൂസിനിടയിൽ തന്നെ നല്ല രീതിയിൽ പല രീതിയിലുള്ള കണക്ഷൻസ് ഒക്കെ ഉണ്ടാവും. നിങ്ങൾക്ക് പല സംഘടനകളുടെ അല്ലെങ്കിൽ സ്റ്റുഡന്റ് ഫെഡറേഷൻസിന്റെ ഒക്കെ ഭാഗമായിട്ടൊക്കെ ഒരുപാട് കോൺടാക്ട്സ് ഉണ്ടാവും. അപ്പൊ അതിലൂടെ ഒക്കെ ചിലപ്പം നിങ്ങൾക്ക് നിങ്ങളെക്കാളും നേരത്തെ അവിടെ DU-ൽ പാസ് ഔട്ട് ആയ ആൾക്കാർ അല്ലെങ്കിൽ മാസ്റ്റേഴ്സ് ഒക്കെ ചെയ്യുന്ന ആൾക്കാരൊക്കെ ആയിട്ട് കോൺടാക്ട്സ് ഉണ്ടാവും. അങ്ങനെ ഈ നേരത്തെ പല ഇന്റേൺഷിപ്സ് ചെയ്ത ആൾക്കാരൊക്കെ ആയിട്ട് കോൺടാക്ട് ചെയ്യാനും അതുവഴിയൊക്കെ നിങ്ങൾക്ക് ഇന്റേൺഷിപ്സ് അങ്ങനെയുള്ള ഓപ്പർച്യൂണിറ്റീസ് കിട്ടാനുള്ള സാധ്യതകളുണ്ട്. DU-ൽ ഈ ആൾക്കാരായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുക എന്നുള്ളത് അവിടുത്തെ ഒരു വലിയ അഡ്വാൻറ്റേജ് ആണ്. കണക്ഷൻസ് അതിപ്പോ മലയാളി സർക്കിളായാലും ഇപ്പൊ കേരളത്തിലെ ഏറ്റവും അല്ലെങ്കിൽ ഒരു ടോപ്പ് സ്റ്റുഡൻസിൽ സോർട്ട് ചെയ്ത സ്റ്റുഡൻസ് ആയിരിക്കും DU പോലുള്ള സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ എത്തുന്നത്. അപ്പൊ അത്രയ്ക്ക് സോർട്ട് ആയിട്ടുള്ള കോമ്പറ്റീറ്റീവ് മൈൻഡുള്ള സ്റ്റുഡൻസിന്റെ കയ്യിൽ നിന്ന് അവര് ഒരു ബെറ്റർ കരിയർ ഓപ്ഷൻസിലോട്ട് എത്തുമ്പോൾ അവരുടെ നമ്പേഴ്സ് ഒക്കെ കയ്യിലിരിക്കുക എന്നുള്ളത്, അവരുമായിട്ട് കണക്റ്റഡ് ആയിട്ട് ഇരിക്കുക എന്നുള്ളത് നല്ലൊരു ബെറ്റർ എക്സ്പോഷർ ആണ്. അവിടുത്തെ മലയാളി സർക്യൂട്ട്സ് നമുക്ക് നല്ല രീതിയിൽ ഹെൽപ്ഫുൾ ആവും. അതായത് മറ്റ് നമ്മുടെ ഔട്ട് ഓഫ് സ്റ്റേറ്റ് ആകുമ്പോൾ നമുക്ക് അവര് ചിലപ്പോൾ നമുക്ക് മോട്ടിവേഷൻ ആവാനായിരിക്കും കരിയർ ഓറിയന്റഡ് ആൾക്കാരെ കാണുമ്പോൾ. പിന്നെ ചിലപ്പോൾ നമ്മുടെ ലാംഗ്വേജ് സ്കില്ലൊക്കെ എൻഹാൻസ് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യും. അങ്ങനെ ഒരുപാട് രീതിയിൽ ഹെൽപ്ഫുൾ ആവും. അതേപോലെ തന്നെ അവിടുത്തെ മല്ലു സർക്കിൾസും ഭയങ്കര ഹെൽപ്ഫുൾ ആണ്. പിന്നെ ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഒരു ഡൗട്ട് അതിൽ കാണുന്നുണ്ട്. Do you plan to give Do you plan to give your first UPSC അപ്പം എന്റെ പേഴ്സണലി എന്റെ പ്ലാൻ എന്ന് പറയുകയാണെങ്കിൽ സിവിൽ സർവീസ് അറ്റൻഡ് ചെയ്യണം. ഇപ്പോഴേ പ്രിപ്പറേഷൻ തുടങ്ങിയിട്ട് പ്രിപ്പറേഷൻ എന്ന് പറയാൻ ഞാനൊരു കോച്ചിങ് പേഴ്സൺ അല്ല. ഞാനൊരു കോച്ചിങ്ങിൽ പോയി പ്രിപ്പയർ ചെയ്യാൻ ഇഷ്ടപ്പെടാത്ത ഒരാളാണ്. സെൽഫ് ലേണിംഗ് ആണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. CET-ക്ക് പ്രിപ്പയർ ചെയ്തപ്പോഴും ടു ബി ഓണസ്റ്റ് ഞാനൊരു കോച്ചിങ് സെന്റേഴ്സിനോട്ടും പോയിട്ടില്ല. അപ്പം കോച്ചിങ്ങിന് പോകുന്നത് മോശം എന്നല്ല പറഞ്ഞാൽ എനിക്കത് ആപ്റ്റ് ആവില്ല. എനിക്കൊരു പ്രഷർ വന്നിട്ട് ഒരു പ്രഷർ സർക്കംസ്റ്റാൻസിൽ പഠിക്കുന്നത് എനിക്ക് ആപ്റ്റ് ആവില്ല. അപ്പം സിവിൽ സർവീസ് ഞാൻ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. ഇൻഷാല്ലാ ഡിഗ്രി കഴിഞ്ഞിട്ട് തന്നെ അറ്റംപ്റ്റ് ചെയ്യണം എന്നാണ് പ്ലാൻ. അപ്പം ഇപ്പോഴേ സെൽഫ് ലേണിംഗ് തുടങ്ങിയിട്ടുണ്ട്. ന്യൂസ് പേപ്പർ റീഡിങ്, എഡിറ്റോറിയൽ റൈറ്റിംഗ് ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഡിഗ്രി കഴിഞ്ഞിട്ട് UPSC എന്തായാലും അറ്റംപ്റ്റ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് മേ ബി ഇഫ് PG ഫോറിൻ യൂണിവേഴ്സിറ്റീസിലൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. പബ്ലിക് പോളിസി ആൻഡ് ഗവർണൻസിൽ PG റിസർച്ച് ഒക്കെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പം UPSC വിൽ ബി മൈ ഫസ്റ്റ് ഓപ്ഷൻ. പൊളിറ്റിക്കൽ സയൻസ് എടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും റീസൺസ് ഉണ്ടോ? എടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് റീസൺസ് ഒന്നുമില്ല. ഇഫ് യു ആർ നോട്ട് ഇൻട്രസ്റ്റഡ് ഇൻ പൊളിറ്റിക്കൽ സയൻസ് അല്ലെങ്കിൽ തിയറി പഠിക്കുന്നത് ബുദ്ധിമുട്ടാണെങ്കിൽ ഈ തിയറി പഠിച്ചിട്ട് എന്തിനാന്ന് ചോദിക്കുന്ന ഇപ്പം എന്റെ ക്ലാസ് കുറച്ച് പേരുണ്ട്. ഇതുകൊണ്ടെന്താ ഉപകാരം, ഇത് നമ്മുടെ ലൈഫ് ആപ്ലിക്കബിൾ ആവില്ലല്ലോ എന്ന് ചോദിച്ചിട്ട് അത് പൊളിറ്റിക്കൽ സയൻസ് പഠിക്കാൻ ഒരു ഡിമോട്ടിവേഷൻ ആയേക്കാം നിങ്ങൾക്ക് ഇഫ് യു ഡിഡ്ന്റ് ഫൈൻഡ് റെലവൻസ് ഇൻ ടു തിയറി. പക്ഷെ അല്ലാത്ത പക്ഷം നല്ല സബ്ജക്റ്റ് ആണ്. നിങ്ങളുടെ ക്രിട്ടിക്കൽ റിസർച്ച് സ്കിൽസ് ഒക്കെ കൂട്ടാനും ക്രിട്ടിക്കൽ നോളജ് ഇവിടെ നടക്കുന്ന കറണ്ട് ഇഷ്യൂസ് ഇപ്പൊ ഇഫ് യു ആർ പ്രിപ്പയറിംഗ് ഫോർ UPSC ഓർ എനി എക്സാംസ് കറണ്ട് അഫയേഴ്സ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പൊ ആ കറണ്ട് അഫയേഴ്സ് പഠിക്കുമ്പോൾ ഇതിന്റെ പിന്നിലുള്ള ഒരു പൊളിറ്റിക്കൽ റീസൺ എന്താ അല്ലെങ്കിൽ സോഷ്യൽ റീസൺ എന്താന്ന് തോന്നുന്നുണ്ടെങ്കിൽ യു ഷുഡ് ഡെഫിനറ്റ്ലി ടേക്ക് പൊളിറ്റിക്കൽ സയൻസ്. ആ ഒരു ക്യൂരിയോസിറ്റി നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ ലോകത്ത് അല്ലെങ്കിൽ നമ്മുടെ ചുറ്റും നടക്കുന്ന ഓരോ പൊളിറ്റിക്കൽ ഇഷ്യൂസിനും അല്ലെങ്കിൽ സോഷ്യൽ ഇഷ്യൂസിനും ഒരു ബിഹൈൻഡ് റീസൺ, ഇതിനൊക്കെ ഒരു എവല്യൂഷൻ ഉണ്ട്.
ഇത് ഇന്ന സംഭവങ്ങൾ കൊണ്ടാണ് ഇവിടെ ഇങ്ങനെ ഇഷ്യൂ ഉണ്ടായത് എന്ന് പഠിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ യു ഷുഡ് ടേക്ക് പൊളിറ്റിക്കൽ സയൻസ്. ആൻഡ് ഇഫ് യു ഡോണ്ട് ഹാവ് ദാറ്റ് ക്യൂരിയോസിറ്റി, ഇതൊന്നും പഠിച്ചിട്ട് കാര്യമില്ല എന്ന് തോന്നുകയാണെങ്കിൽ യു ഷുഡ് ഡോണ്ട് ടേക്ക്. ഓക്കെ, നമ്മുടെ മീറ്റിംഗ് വൈൻഡ് അപ്പ് ചെയ്യാൻ ടൈമായി. അപ്പോൾ നമ്മുടെ മീറ്റിംഗിൽ നമ്മുടെ ഗസ്റ്റ് ആയിട്ട് ജോയിൻ ചെയ്ത മെഹലക്ക് ലോട്ട് ഓഫ് താങ്ക്സ്. ഓക്കെ, പിന്നെ ഐ ഹോപ്പ് എല്ലാവർക്കും പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ട്, എല്ലാം ഈ ചോദിച്ചതൊക്കെ ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ബൈ.